31 തീയതി രാത്രി 11:30 മണിക്ക് ഒരു പ്രത്യേക കമ്മിറ്റി കൂടി എന്നെ പുറത്താക്കും. CPI പുറത്താക്കി. ഈ CPIയിൽ പ്രവർത്തിച്ച കാലത്ത് അത്തരം വല്ല ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്രോച്ച് പരാതികൾ പുറത്തുവിടരുത് എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പരാതി? ഉള്ളവരുടെ ആഗ്രഹങ്ങൾക്ക്, ചില ആഗ്രഹങ്ങൾക്കനുസരിച്ച് സ്ത്രീകൾ നിന്നു കൊടുക്കുന്നില്ല എങ്കിൽ ഇവരിനി പൊളിറ്റിക്സിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരും നമുക്കിടയിലുണ്ട്. FIR നമ്പർ എടുത്ത് ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഞാൻ ഒരാളെ കൊന്നിട്ടിരിക്കുകയായിരുന്നു. പാർട്ടിയുമായി മല്ലിട്ട് തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ സംഘടനാപരമായിരുന്നില്ല, മാത്രമായിരുന്നില്ല, വ്യക്തിപരമായിട്ടും നിയമപരമായിട്ടും. രാഹുൽ മാങ്കൂട്ടം ശ്രീനയുടെ നാട്ടുകാരനാണ്. ധാരാളം 3 പീഡന കേസിലെ പ്രതിയാണ്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം മോശമായി തോന്നിയ ഒരാൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ ഒരാൾ, അതോടുകൂടി ബ്ലോക്ക് ചെയ്ത് ബന്ധം അവസാനിപ്പിച്ചില്ലേ? പകരം ഒരു ദിവസം രാത്രി 12:30 മണിക്ക് ശേഷം എന്തിനായിരുന്നു അങ്ങനെ ഒരാളെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവും? അയാളോട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്. പിറ്റേ ദിവസം മറ്റോ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നറിഞ്ഞു എന്ന്. ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു? പുരുഷന്മാരായ മാധ്യമപ്രവർത്തകർ വിളിക്കുമ്പോൾ ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ വിഷമം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. ഒരിടത്തും ഡിസ്ക്ലോസ് ചെയ്തിരുന്നില്ല പാർട്ടിക്കുള്ളിലെ അപമാനങ്ങളും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും. പേരിന്റെ പ്രത്യേകത കൂടിയാണ്. അമ്മയായിരിക്കും കുഞ്ഞമ്മ അല്ലേ? അങ്ങനെയാണോ? അതെങ്ങനെയാണ് പേര്? മറുനാടിന്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ആർക്കും കേട്ടാൽ മനസ്സിലാകുന്ന ഒരു പേരാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ആഴ്ചകൾക്ക് മുമ്പ് വരെ പത്തനംതിട്ടയിലെ പ്രാദേശികമായി മാത്രം അറിയപ്പെട്ടിരുന്നൊരു പേര് ഇന്ന് കേരളീയ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പേരായി മാറിയിരിക്കുന്നു. ആരാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ? എന്തുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ LDF വിട്ട് കോൺഗ്രസിലേക്ക് വന്നത്? എങ്ങനെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ രാഷ്ട്രീയ ജീവിതം പോകുന്നത്? എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം. നമസ്കാരം. ശ്രീനയെ ഞാൻ ആദ്യം കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവുമായി രംഗത്ത് വരുമ്പോഴാണ്. അതായത് റിപ്പോർട്ടർ ചാനലിൽ വിളിച്ചിട്ട് ശ്രീനയോട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ച വിഷയത്തിലാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നത് അന്ന് മുതൽ ആളുകൾക്ക് ശ്രീനെ അറിയാം. ഇത്ര ശ്രീനയുടെ പേര് ഇത്ര മാത്രം ഓർത്തിരിക്കാൻ കാര്യം പേരിന്റെ പ്രത്യേകത കൂടിയാണ്. അമ്മയായിരിക്കും കുഞ്ഞമ്മ അല്ലേ? അങ്ങനെയാണോ? അതെങ്ങനെയാണ് പേര്? ശ്രീനാദേവി കുഞ്ഞമ്മ എന്നുള്ള പേര് ആരുടെ? കുഞ്ഞമ്മ എന്ന് വെച്ചാൽ ഉണ്ണിത്താൻ കമ്മ്യൂണിറ്റിയിലെ ഫീമെയിൽസിനിടുന്ന സർനെയിമാണ് കുഞ്ഞമ്മ. എൻ്റെ അച്ഛൻ്റെ പേര് ശശിധരൻ ഉണ്ണിത്താൻ എന്നാണ്. എൻ്റെ ബ്രദറിൻ്റെ പേരിൽ ശ്രീനാഥ് ഉണ്ണിത്താൻ ഉണ്ട്, ശ്രീനാഥ് ഉണ്ണിത്താൻ എന്നാണ്. അപ്പൊ എൻ്റെ അപ്പച്ചിമാർ, അച്ഛൻ്റെ സിസ്റ്റേഴ്സ്, അവരുടെ എല്ലാം പേരിന്റെ കൂടെ കുഞ്ഞമ്മ എന്നുണ്ട്. അച്ഛൻ്റെ സഹോദരന്റെ പേരായിരിക്കും. അല്ല, അതാ ഈ കുഞ്ഞമ്മ എങ്ങനെ വരാൻ കാര്യം? നിങ്ങളുടെ ഉണ്ണിത്താൻ അവരുടെ ഒരു ഇപ്പം അച്ഛൻ്റെ പേര് ശശിധരൻ ഉണ്ണിത്താൻ. അല്ല, ഉണ്ണിത്താൻ എന്ന് പറയുന്നത് ഒരു ജാതി പേര് പോലാണോ? അതെ അതെ. ഈ കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണോ? ജാതി പേരാണ്. ഉണ്ണിത്താൻ എന്ന പേരിനോട് ചേർത്തിടുന്നതിന് പകരം ഫീമെയിൽസ് ആണെങ്കിൽ ഇപ്പൊ ശ്രീനാദേവി ഉണ്ണിത്താൻ എന്ന് വിടാം, ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് വിടാം. ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു പേര് തങ്കച്ചിയാണ്. അത് തമ്പിമാർ, തമ്പി, തങ്കച്ചി എന്ന് പറയുന്നത്. അങ്ങനെ വേറെ വലിയ തങ്കച്ചിയും കുഞ്ഞമ്മയെല്ലാം വേറെ ഉണ്ട്. ഞാൻ തങ്കച്ചിയെ കേട്ടു, കുഞ്ഞമ്മയെ വലിയ പിടിയില്ല. എന്റെ പേര് ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ ഒരുപാട് കുഞ്ഞമ്മമാരുണ്ടോ? നമ്മുടെ വീടുകളിലെല്ലാം എല്ലാവരുടെയും പേരിന്റെ കൂടെ കുഞ്ഞമ്മയുണ്ട്. ഈ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ബന്ധുക്കൾ എന്നല്ല, നിങ്ങളുടെ ജാതി സമുദായത്തിന്റെ ഭാഗമായി കുഞ്ഞമ്മയുണ്ട്. അത് കൊള്ളാം. അപ്പൊ അങ്ങനെയാണ് ഉണ്ണിത്താൻ. ഓക്കെ, ഞാൻ പറഞ്ഞു ഉണ്ണിത്താൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്പ്യാരെ, നായരെ, പണിക്കരെ, ഇതൊക്കെ നമുക്ക്. പക്ഷെ ഞാൻ ഈ സ്ത്രീകളുടെ പേരിനൊപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കും. അറിയപ്പെടുന്ന ഏതെങ്കിലും കുഞ്ഞമ്മമാരുണ്ടോ? അറിയില്ല, അങ്ങനെ കേട്ടിട്ടില്ല. ഇല്ല, എൻ്റെ അമ്മയുടെ പേര് കുഞ്ഞമ്മ എന്നാണ്. അപ്പൊ അതുകൊണ്ട് അന്നമ്മ എന്നാണ്, പക്ഷെ വിളിക്കുന്ന കുഞ്ഞമ്മ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ വളരെ പരിചിതമായ ഒരു പേരാണ് കുഞ്ഞമ്മ. അപ്പൊ ഞാൻ കരുതി അമ്മയുടെ പേര് ഇട്ടതായിരിക്കും. അല്ല. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ എന്നുള്ള പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. ആ പേര് അതുകൊണ്ട് തന്നെ വളരെ അതെല്ലാവരുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വീട് എവിടെയാണ്? വീട് അടൂർ, മണക്കാല. അടൂരാണ്. പഠനമൊക്കെ എവിടെയായിരുന്നു? പഠനം ഞാൻ 10th വരെയും പഠിച്ചത്, സ്കൂളിംഗ് KG ക്ലാസ്സസ് ഒക്കെ പഠിച്ചത് എൻ്റെ ഡിവിഷനിൽ തന്നെ ആനേടിയിൽ വെള്ളച്ചിറയുള്ള ആരോഗ്യമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അതിനുശേഷം വെള്ളച്ചിറയിൽ നിന്ന് മാറി 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് കടമ്പനാട്. അതിപ്പോൾ ഡീലിമിറ്റേഷനിൽ ഇത്തവണ എൻ്റെ ഡിവിഷനല്ല, എന്നാലും കഴിഞ്ഞ വട്ടം എൻ്റെ ഡിവിഷനായിരുന്നു. അവിടെയാണ് വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും പിന്നെ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്, അവിടെയുമാണ് പഠിച്ചത്. പിന്നെ +1 +2 പുതിയകാവ് അമൃത വിദ്യാലയത്തിലാണ് പഠിച്ചത്. പിന്നെ BTech ചെയ്തു. അതെ, BTech ആണ്. BTech അല്ല, MTech ആണ്. BTech ബെസേലിയസ് മാത്യു സെക്കൻഡ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ശാസ്താംകോട്ട.
അവിടെ അത് എംടെക്കിന് പോയി. അത് കഴിഞ്ഞ് എംടെക് ഉണ്ട്, അത് അങ്ങനെ പഠിച്ചത്. ജോലി എവിടെയും ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറച്ച് നാൾ എംടെക്കും ഒക്കെ ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്രീലാൻസറായിരുന്നു. വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫഷനുകളിലൂടെ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും UPSC പ്രിപ്പറേഷനായിരുന്നു. ബിടെക് കഴിഞ്ഞപ്പോൾ UPSC പ്രിപ്പറേഷന് പോയി. UPSC പ്രിപ്പറേഷനോട് സമയം മാറ്റി വെച്ചു. അതെ, സമയം മാറ്റി വെച്ചു. അപ്പോൾ നമ്മളൊരു 1-2 ഇയേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ധാരണയുണ്ടാവും ആ പ്രിപ്പറേഷൻ്റെ ഒരു രീതി. പിന്നീട് പ്രിപ്പറേഷനോടൊപ്പം തന്നെ ഞാൻ പൊതുവിൽ ഇടപെടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞ പോലെ ചെറിയ ചാനലുകളിലൊക്കെ 1-2 ടൈംസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വാർത്തകൾ വായിക്കാൻ വളരെ ചെറിയ രീതിയിൽ പ്രാദേശികമായിട്ട്. അത് ഒരുപാട് കാലമൊന്നും വർക്ക് ചെയ്തില്ല. അതൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്ത് നോക്കിയതാണ്. പിന്നെ എൻ്റെ സമയമായിട്ടൊന്നും അത് മാച്ച് ആവാതെ വന്നു. അങ്ങനെ വളരെ കുറച്ച് ദിവസങ്ങളുടെ ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ. പിന്നീട് ഫ്രീലാൻസർ എന്ന് ഉദ്ദേശിച്ചത് ആങ്കർ ആയിരുന്നു. പല പ്രോഗ്രാംസിൻ്റെയും ആങ്കറായിട്ട് പോയി. മോസ്റ്റ്ലി പ്രിഫർ ചെയ്തിരുന്നത് പബ്ലിക് പ്രോഗ്രാം. അതിൽ തന്നെ ഞാൻ പ്രിഫർ ചെയ്തിരുന്നത് ഈ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടല്ലോ. അപ്പം ട്രിവാൻഡ്രത്തൊരു സൗത്ത് ഇന്ത്യൻ പോയട്രി ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, അയ്യപ്പണിക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ചത്. അപ്പോൾ അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5 days പ്രോഗ്രാം ആയിരുന്നു. 2018 ആണെന്നാണ് ഓർമ്മ, 18 or 19 ആ സമയത്താണ് അവിടെ ആങ്കർ ചെയ്തിരുന്നു. ആൻഡ് അതുപോലെ ചില സാംസ്കാരിക പരിപാടികളുടെ ആങ്കറായിട്ടൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ പൊതുപ്രവർത്തനമായിരുന്നു. എന്തോ തിരുവനന്തപുരത്ത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് UPSC കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെന്നൈയിൽ പഠിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു, പിന്നെ ട്രിവാൻഡ്രത്ത് പഠിച്ചിട്ടുണ്ട്. അല്ല, ഐലേണിലായിരുന്നു. ഫോർച്യൂണിന്റെ ഭാഗത്ത് പല ഇടത്തായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. 3 വർഷം. ഞാനൊരു 4 years മൊത്തം. യെസ്, മെയിൻസ് പാസ്സായിട്ടില്ല. മെയിൻസിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഒരു നിരാശ ഉണ്ടായോ? നിരാശയ്ക്ക് സമയം കിട്ടിയില്ല. അപ്പോഴത്തേന് ഞാൻ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു. അല്ല, ഞാൻ ആദ്യം നമ്മൾ ഇതിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇത് പറഞ്ഞുകൊണ്ട് പറയാം, ഞാൻ ധാരാളം കുട്ടികളെ കാണാറുണ്ട് UPSC പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പം എനിക്ക് വളരെ ആശങ്ക പിള്ളേരോട് തോന്നാറുണ്ട്. കാരണം വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത് കിട്ടാറുള്ളൂ UPSC. പക്ഷേ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു 10% ഒന്നും കിട്ടാറില്ലല്ലോ. ഇല്ല, അത് നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ട്, അത് ഒരുപാട് ഒരു സ്ട്രാറ്റജി ഉണ്ട് UPSC പ്രിപ്പറേഷൻ. ഈവൻ നമുക്ക് ഫെയിൽ ആയാൽ പോലും നമുക്കൊരു ധാരണ കിട്ടും നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിൻ്റെ. അപ്പോൾ പ്രിപ്പറേഷൻ ശരിക്കും പല അഡ്വൈസസ് നമുക്ക് കിട്ടും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇപ്പം സക്സസ് ആയ ഒരാളുടെ അഡ്വൈസ് പോലെ മേ ബി അക്സെപ്റ്റബിൾ ഓർ നോട്ട്, അതെനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. ഞാൻ പ്രിപ്പറേഷനിലേക്ക് പോയി. ഇപ്പോൾ ചെന്നൈയിലായിരുന്നു പ്രിപ്പറേഷൻ, ശങ്കർ IAS അക്കാഡമിയുടെ ഭാഗമായിട്ട് അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പ്രിപ്പയർ ചെയ്ത സമയമാണ് എനിക്ക് ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ഞാൻ പഠിച്ചതിൽ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എൻ്റെ തുടങ്ങിയ സമയമാണെന്ന് പറയേണ്ടി വരും. അന്ന് ഒരുപാട് നമുക്ക് അഡ്വൈസസ് കിട്ടുന്നതിനേക്കാൾ അവർ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അഡ്വൈസ് ഒബ്വിയസ്ലി ഓരോ ക്ലാസ്സിലും ടീച്ചേഴ്സ് അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അന്ന് കുറേ കൂടെ എനിക്ക് തോന്നുന്നു എൻ്റെ സ്ട്രാറ്റജി കുറച്ചുകൂടെ കൃത്യമായിരുന്നു. ഞാൻ എൻ്റേതായ രീതിയിൽ വളരെ നമ്മുടെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിൽ പോലും എൻ്റേതായ രീതിയിൽ പഠിക്കാൻ ശ്രമിച്ച വഴികളൊക്കെ ശരിയായിരുന്നു എന്ന് ഞാനന്ന് സ്വന്തമായി കുറേ നോട്ടുകൾ തയ്യാറാക്കിയിരുന്നു. ആ സ്വന്തമായി തയ്യാറാക്കിയ നോട്ടുകളിൽ നിന്ന് പ്രിലിംസിൽ ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാൻ വളരെ സർപ്രൈസ്ഡായി. അപ്പോൾ എൻ്റെ ഒരു രീതി ശരിയാണ് എന്നൊരു തോന്നൽ എനിക്കന്ന് കിട്ടി. അപ്പോൾ ഒരു ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് അങ്ങനെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നീട് പഠിച്ചു. പിന്നീട് മുന്നോട്ട് വന്നപ്പോൾ പിന്നെ നാട്ടിലേക്ക് ചെന്നൈയിൽ നിന്ന് മാറി ട്രിവാൻഡ്രത്തെയും ഡൽഹിയിൽ വളരെ കുറച്ച് നാളെ ഉണ്ടായിരുന്നു, കുറച്ച് മാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലേക്കായി ട്രിവാൻഡ്രത്തേക്കായി. അങ്ങനെ വന്നപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഞാൻ പബ്ലിക്കിലേക്കുള്ള ഇടപെടലുകളും പല പരിപാടികളും. ഞാൻ ചോദിച്ചു വന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഒരുപാട് കുട്ടികൾ ഇതിനുവേണ്ടി തയ്യാറാവുകയും അവരുടെ സമയം 3-4 വർഷം പോവുകയും അവരുടെ കരിയർ ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മളത് 2 തരത്തിലാണ്. ഇപ്പം കുട്ടികളെ സംബന്ധിച്ച് ചിലർ അത് മറ്റേതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക്, ഒരു ജോലിയിലേക്ക് എത്തപ്പെടാൻ സഹായിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസോടെ പഠിക്കുന്നവരുണ്ട്. ചിലത് ഇതേന്ന് പറഞ്ഞ് പഠിക്കുന്നവരുണ്ട്. ചിലർ നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും നമ്മുടെ പ്രിപ്പറേഷൻ, നമ്മുടെ കപ്പാസിറ്റി, എവറിത്തിങ് മാറ്റേഴ്സ്. നമ്മൾ എത്രമാത്രം അക്കാഡമിക്സിൽ ബ്രില്യൻ്റ് ആണെങ്കിലും UPSC ക്രാക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻറ്റ് ലേണിംഗ് എന്നുണ്ടാകുന്നത് അത്ര ഡെഡിക്കേഷൻ ഉണ്ടാവണം. മാത്രമല്ല നമുക്ക് അത്രയും വേഴ്സറ്റൈലായിട്ട് ചിന്തിക്കാനും കാഴ്ചപ്പാടുണ്ടാവാനും ഒക്കെ പറ്റണം. ആദ്യമൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കത് കിട്ടില്ലെങ്കിലും പിന്നീട് മനസ്സിലാവും. അവിടേക്കാണ്. അപ്പോൾ അവിടെ നിരാശ വരുന്നത് ഈ പറഞ്ഞ പോലെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് മറക്കും. അതുവരെ നമ്മൾ UPSC കോച്ചിങ്ങിനാണ് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസിൽ പഠിക്കുകയും അത് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു എന്ന് കാണുമ്പോൾ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതിനേക്കാൾ നമ്മൾ നിരാശയിലേക്ക് പോകും, ടെൻഷനിലേക്ക് പോകും. അപ്പോൾ നമ്മളുടെ പഠന രീതി മാറും. നമ്മൾ ആ തുടക്കത്തിൽ, എൻ്റെ എക്സ്പീരിയൻസും അങ്ങനെ തന്നെയായിരുന്നു. തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ഒരു വിജയിക്കാൻ സാധിക്കുന്ന ഓട്ടോമാറ്റിക്കലി പഠനങ്ങൾ നമ്മുടെ മനസ്സിലൂടെ പഠിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടേതായ സ്ട്രാറ്റജിയെ ഗ്രാജുവലി നമ്മൾ ഈ ടെൻഷൻ കൊണ്ടും നമ്മുടെ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടും അങ്ങ്
മനസ്സിലാകാതെ പോകും, നമ്മളെ മനസ്സിലാകാതെ പോകും. അങ്ങനെയുള്ള പഠനം വരുമ്പോഴാണ് പഠനം മോശമാകും. ഒരുപാട് തന്നെ UPSC ക്രാക്ക് ചെയ്യാതെ മറ്റൊരു ഓപ്ഷൻ തൻ്റെ ലൈഫിലില്ല എന്ന് ചിന്തിക്കുന്ന ആ ചിന്ത എല്ലാ കാൻഡിഡേറ്റ്സ്, എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും, പഠിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസിൻ്റെയും മനസ്സിലുണ്ട്. എന്തായാലും ശ്രീനിക്ക് അങ്ങനെ ഒരു നിരാശ ഉണ്ടായില്ല. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്യുന്ന, അത് പ്രിപ്പറേഷൻ അവസാനിപ്പിച്ച് മറ്റൊരു കരിയറിലേക്ക് തിരിയുന്ന എല്ലാവരും ഒരു വലിയ ഹാർട്ട് ബ്രേക്ക് കടന്നിട്ടാണ് ഉറപ്പായിട്ടും മാറുക. വലിയ ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടാവും. അല്ലാതെ നിസ്സാരമായിട്ട് ആർക്കും ആ ഫീൽഡിൽ നിന്ന് മാറാൻ സാധിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ കാര്യം, സാഹചര്യം? ഫാമിലി പൊതുവെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു കുടുംബമാണ്. അമ്മ എന്ത് ചെയ്യുമായിരുന്നു? അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ റിട്ടയർ ആയി, കുറച്ച് വർഷങ്ങളായി. ഹൈസ്കൂളിലോ കോളേജിലോ സ്കൂളിലോ? അമ്മ ഹൈസ്കൂളിൽ മലയാളം അധ്യാപിക. മലയാള അധ്യാപിക. അതെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ഒരു ഭാഷയുടെ തീർച്ചയായിട്ടും അമ്മ വലിയ രീതിയിൽ ഭാഷാശുദ്ധിയുള്ള ഒരാളാണ്. നന്നായിട്ട് എഴുതും, സംസാരിക്കും, കവിത എഴുതും. അച്ഛൻ? അപ്പോൾ അച്ഛൻ എക്സ് സർവീസ് ആണ്, CRPF നിന്ന് റിട്ടയർഡ് ആയതാണ്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ച് ഭാഷ ഒക്കെ ഉണ്ടെങ്കിലും വലിയ സോഷ്യൽ ആക്ടിവിസം ഒന്നും അച്ഛനില്ല. ഇല്ല. പട്ടാളക്കാരൻ്റെ അതെ, അതിൻ്റെതായ ഒരു നിശബ്ദതയാണ്, സൈലന്റ് നേച്ചറാണ് പൊതുവെ. അമ്മ നന്നായിട്ട് എഴുതുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ അമ്മയിലൂടെയാണ് ഭാഷയും എനിക്ക് കിട്ടിയത്. അമ്മ ടീച്ചറായിരുന്നു. അപ്പം സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ 9th 10th ഒക്കെ പഠിക്കുമ്പോൾ അസൈൻമെൻറ്റ്സ് തരുമല്ലോ, മലയാളം അസൈൻമെൻറ്റ്സ് തരുമ്പോൾ ഇവൻ അത് എഴുതാൻ ചെല്ലുമ്പോൾ ഒരു അഡ്വൈസ് തരും, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോഴും ഞാൻ പറഞ്ഞു തരില്ല, നീ സ്വന്തമായിട്ട് അങ്ങ് എഴുതിയാൽ മതി എന്ന് പറയില്ല. പകരം സ്നേഹത്തോടെ കാര്യം പറഞ്ഞു തന്നിട്ട്, അമ്മയ്ക്ക് സമയമില്ല, മോൾ എഴുതി നോക്കിക്കേ എന്ന് പറഞ്ഞാൽ അമ്മ എന്തെങ്കിലും ജോലിയിലേക്ക് അങ്ങ് മാറുന്നത് പോലെയാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ തനിയെ എഴുതും. അപ്പോൾ എനിക്ക് തോന്നുന്നു കൃത്യമായ അഡ്വൈസ് ലഭിക്കുകയും എങ്ങനെ എഴുതണമെന്ന് പറയുകയും നമ്മൾ തന്നെ എഴുതുകയും ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് കുറേ മലയാള ഭാഷ അങ്ങനെ ഒരുപാട്, അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് അസൈൻമെൻറ്റ്സും ഒരുപാട് സ്വന്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ നമ്മുടെ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിൽ സഹായിച്ചിട്ടുണ്ടാവാം എന്ന് വിചാരിച്ചു. മലയാള ഭാഷയാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഭാഷ. അതെ അതെ. ബിടെക് പഠിച്ചപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറിയെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണോ പഠിച്ചത്? അല്ലേ, ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. CBSE പുസ്തക വായനയൊക്കെ ചെറുപ്പത്തിൽ തുടങ്ങി. പിന്നെ എല്ലാം പറഞ്ഞു വരുമ്പോൾ എനിക്ക് അമ്മയിലേക്ക് മാത്രമേ പറയാനുള്ളൂ. അമ്മ ചെറുതിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ വെക്കേഷൻ ആകുമ്പോൾ, ഓണം, ക്രിസ്മസ്, വേനലവധി, ഈ സമയത്തെല്ലാം അമ്മയുടെ സ്കൂളിലെ പള്ളിക്കലെ എൻ്റെ ഡിവിഷനിൽ തന്നെ സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപിക ടീച്ചറായിരുന്നു. അമ്മയുടെ സ്റ്റുഡൻസ് അവിടെ, അതുകൊണ്ട് തന്നെ എൻ്റെ വോട്ടേഴ്സിൽ നല്ലൊരു ഭാഗം അമ്മയുടെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം അമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോഴെല്ലാം കുട്ടികൾക്കായിട്ടുള്ള ഒരു സെറ്റ് ബുക്സും കൊണ്ടായിരിക്കും വരിക. അപ്പോൾ ഇതെല്ലാം വായിക്കും. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, കർക്കശമായിട്ട് പറയില്ല ഇത്ര പുസ്തകമുണ്ട്, ഇത് വായിച്ചു തരണം, ഇല്ല, പുസ്തകം തരും. അപ്പം നമുക്കറിയാലോ വായിക്കാനാണെന്ന്. അങ്ങനെ എല്ലാ വെക്കേഷൻസിലും പുസ്തകം കിട്ടി, വായിച്ച് അതിനൊരു ശീലമായി. പിന്നെ വായന ഉണ്ട്. അമ്മയ്ക്കായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം? അതെ അതെ, അമ്മയ്ക്കാണ് രാഷ്ട്രീയം. അതെ, AKSTU എന്ന അധ്യാപക സംഘടനയിൽ ജില്ലാ ഭാരവാഹിയായിട്ടും പിന്നെ സംസ്ഥാന വൈസ് ചെയർപേഴ്സണായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ CPI രാഷ്ട്രീയം അതിലൂടെ AKSTU അവിടെ വന്ന് സാധാരണ ഈ CPM-ന്റെ സംഘടനയും കോൺഗ്രസ് സംഘടനയും CPI സംഘടന ശക്തമുണ്ടായിരുന്നു? അതോ? ശക്തമായിട്ട് ഇല്ല. അമ്മയ്ക്ക് താല്പര്യം സംഘടനയിൽ ചേരാനായിരുന്നു. അമ്മയ്ക്ക് കോൺഗ്രസ് സംഘടനയോടായിരുന്നു. വീട് കോൺഗ്രസ് ഫാമിലിയാണ് ബേസിക്കലി. അപ്പോൾ അമ്മയുടെ ഒരു താല്പര്യം കോൺഗ്രസ് സംഘടനയിൽ അംഗമാകണം എന്നായിരുന്നു. കോൺഗ്രസ് സംഘടനയാണോ പറഞ്ഞത്? അല്ല. അപ്പോൾ അതിന് അന്നൊരു ഓപ്ഷൻ ഇല്ലാഞ്ഞപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു കോൺഗ്രസുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ് CPI മറ്റോ ഉള്ളൊരു സമയം, അതൊരു മൃദു സമീപനം മറ്റോ ആയിരിക്കാം, എനിക്കറിയില്ല. അങ്ങനെ ഒരു ന്യൂട്രൽ ടോണിലാണ് അമ്മ CPIയുടെ സംഘടന ചൂസ് ചെയ്തത്. അച്ഛന് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നോ? ഇല്ല, അമ്മയ്ക്കും എനിക്കും ഒക്കെ പൂർണ്ണ പിന്തുണ നൽകുക എന്നുള്ളതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ രീതി. കോളേജിൽ പഠിച്ചോണ്ട്, സ്കൂളിൽ പഠിച്ചോണ്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്നു ശ്രീനിക്ക്? ഇല്ല, കോളേജ് രാഷ്ട്രീയം അലൗഡ് ആയിരുന്നില്ല. അത് സഭയുടെ, പള്ളിയുടെ, ചേർച്ചിൻ്റെ സ്കൂളാണ്, എന്ന് വെച്ചാൽ കോളേജാണ്, ബെസേലിയസ് മാത്യു സെക്കൻഡ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അവിടുത്തെ ഒരു രീതി ഒരിക്കലും കോളേജ് പൊളിറ്റിക്സ് അലൗഡ് ആയിരുന്നില്ല. എവിടെയാണ് സജീവമായ രാഷ്ട്രീയം തുടങ്ങുന്നത്? എപ്പോഴാണ്? കോളേജ് സമയത്താണെങ്കിലും പാരലി നമ്മൾ കുറച്ചൊക്കെ ഇടപെടുന്നുണ്ട്, അന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോളേജ് കഴിഞ്ഞു പിന്നെ ഡയറക്റ്റ്ലി UPSC പ്രിപ്പറേഷൻ്റെ ഒരു ബ്രേക്ക് 1 year ഉണ്ടായിരുന്നു, ചെന്നൈയുടെ ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ട്രിവാൻഡ്രത്തേക്ക് പൂർണ്ണമായിട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഫ്രീ ആയി. ആ സമയത്ത് തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ട് MN സ്മാരകവുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു, കാനൻ സംഘവുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ട്രിവാൻഡ്രത്തുണ്ട്. അമ്മ CPIയിൽ അപ്പോഴത്തേനും റിട്ടയർ ആയി വരുന്ന സമയമാകുന്നു. അപ്പം അമ്മ CPIയിൽ നല്ല ആക്റ്റീവ് ആകുന്നു, ലോക്കൽ കമ്മിറ്റിയിൽ ഉണ്ടാകുന്നു. അതെ, അല്ല, അമ്മ ശൂരനാടായിരുന്നു. അതെ, അങ്ങനെ അമ്മ അവിടെ ലോക്കൽ കമ്മിറ്റി അംഗമാകുന്നു. അപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്, ബട്ട് എൻ്റെ പഠനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഫുൾ ട്രിവാൻഡ്രത്തേക്ക് മാറി. കുറച്ചുനാൾ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് പാർട്ടിയുമായിട്ട് ഒരുപാട് അടുപ്പം വരുന്നു. പിന്നെ ഒരുപാട് സാംസ്കാരിക രംഗത്തുള്ള പരിപാടികൾ പങ്കെടുക്കുന്നു, കവിത എഴുതാറുണ്ട്. അപ്പോൾ കവിതയുടെ ഭാഗമായിട്ട് കവിയരങ്ങളിൽ ഞാൻ സ്ഥിരമായി പങ്കെടുക്കുമായിരുന്നു, കഥയരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഓരോ കവിയരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെ ഞാൻ കവിത എഴുതി കവിയരങ്ങളിൽ പങ്കെടുക്കും, പുതിയ കവിതകൾ അവതരിപ്പിക്കണമല്ലോ, അങ്ങനെ റെപ്പറ്റീഷൻ ഇല്ലാതെ. അപ്പോൾ അങ്ങനെ കഥയരങ്ങളിലുമൊക്കെ സജീവമായി, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു, കഥ, കവിത, രാഷ്ട്രീയം. അങ്ങനെ തിരുവനന്തപുരത്ത് അവിടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നപ്പോഴാണ് അത്രയും ഒരു
സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് അന്നാണ്. പാർട്ടിയുടെ ആദ്യം കിട്ടുന്ന ഭാരവാഹിത്വം വല്ലതും കിട്ടിയിട്ടുണ്ടോ പാർട്ടിയുടെ? ഞാൻ ഏതെങ്കിലും? യുവജന സംഘടനയുടെ AIVFന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ഓ, സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അതെ ഓ, അതെ. അത് ശരി. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു. ഓ, അത്ര സജീവമായിരുന്നു. വളരെ ആക്റ്റീവായിരുന്നു. പത്തനംതിട്ടയിലേക്ക് പ്രവർത്തനം എന്നാ പറിച്ചു മാറ്റുന്നത്? നമ്മൾ പഠനവും അമ്മയുടെ സ്കൂളും പഠനവും എല്ലാമായിട്ട് പത്തനംതിട്ട ജില്ലയാണ് അമ്മ ശരിക്കും ബേസിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ അവിടെ അമ്മയുടെ സ്കൂൾ നിൽക്കുന്നത് അവിടെയാണ്. നമ്മൾ കൂടുതൽ ഇടപെടുന്നത് അങ്ങോട്ടേക്കാണ്. പിന്നെ ഞാൻ എൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് പൊതുപ്രവർത്തനത്തിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ ആളുടെ കൂടെയാണ് UPSCയുടെ ഭാഗമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അടൂരേക്കായി നമ്മുടെ പത്തനംതിട്ട ബേസ് ചെയ്തായി പ്രവർത്തനമെല്ലാം. അങ്ങനെ അമ്മ പത്തനംതിട്ട ആയപ്പോൾ എൻ്റെ ഇടപെടലെല്ലാം പത്തനംതിട്ട ആയപ്പോൾ അങ്ങോട്ടേക്ക്. അങ്ങനെ AIVFന്റെ വലിയ പ്രധാന നേതാക്കൾ നടക്കുമ്പോഴാണ് ആദ്യം തെരഞ്ഞെടുപ്പിന് ആദ്യത്തെ മത്സരം 2020 ജില്ലാ പഞ്ചായത്താണ് അതെ ആദ്യം. അതെ. അതിനു മുമ്പ് പുറത്ത് മത്സരിച്ചിട്ടില്ല. ഇല്ല. ആ സീറ്റ് കിട്ടാനുള്ള സാഹചര്യം എങ്ങനെയാണ് 2020? 2020 എന്നുവെച്ചാൽ നിങ്ങളുടെ വാർഡ് തന്നെയായിരുന്നോ? അതെ അതെ. നിങ്ങൾ പല വീടിരിക്ക- സാഹചര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് എൻ്റെ കുടുംബ വീട് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ അവിടെ LDFന്റെ ഭാഗമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഞാൻ LDF പരിപാടികളിലും ഉണ്ടായിരുന്നു. CPI എന്നുള്ള ഒരു പാർട്ടിയിലേക്ക് മാത്രമല്ല, LDFന്റെ പരിപാടികളുണ്ട്. പിന്നെ പൊതുപരിപാടികളിലൊക്കെ എൻവയോൺമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അങ്ങനെ അത്യാവശ്യം ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കാനായിട്ട് പലയിടത്തും പോകുന്നുണ്ട്, പ്രസംഗിക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ നോട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ, ശൂരനാട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നൊരു CPMന്റെ അതെ ആഗ്രഹം അവിടെ ഉണ്ടായിരുന്നു, അവിടുത്തെ നേതൃത്വത്തിനുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം വാർഡ്. അതെ, ശൂരനാട് എന്ന് കുടുംബ വീട് നിൽക്കുന്ന ഉം. ശൂരനാട്. അങ്ങനെ അവിടേക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു അല്ല, പക്ഷെ അപ്പോഴേ AIVFന്റെ ഭാരവാഹിയാണ് അതിനുശേഷമാണ് YFന്റെ ഭാരവാഹിയാകുന്നത്. ആകുന്നത്. അതെ. ഇത് ഏത് 2020 2020 കാര്യമാണ്. അങ്ങനെ വന്നപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു താല്പര്യം, പാർട്ടി മാറി മത്സരിക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും വളരെ ജെന്റിലായിട്ട് ആ ഒരു സ്നേഹത്തോടു കൂടി തന്നെ ആ അഭ്യർത്ഥന നിരസിച്ചു. അതിനുശേഷം ആ സമയത്ത് തന്നെ പാരലി പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും മത്സരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി വന്നു. പാർട്ടി പറഞ്ഞു. അപ്പോൾ അത് സംവരണ വാർഡായിരുന്നു. രണ്ടും വനിതാ സംവരണമായിരുന്നു. അപ്പോൾ രണ്ടിടത്തായാലും നമുക്ക് ഒരേപോലത്തെ സ്ഥലങ്ങളാണ്. അതെങ്ങനെയാ? പള്ളിക്ക് തൊട്ടപ്പുറയല്ലേ? വളരെ ക്ലോസ് ആണ്. എൻ്റെ കുടുംബ വീടെന്ന് പറഞ്ഞാലും ഇത് പത്തനംതിട്ട ബോർഡറാണ്. ശരി. കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ ചിന്നക്കട, അഞ്ചൽ ഒന്നും അല്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ബോർഡർ. എന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്ന് കൃത്യം 1 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴത്തേന് പള്ളിക്കൽ ഡിവിഷൻ ആരംഭിക്കുകയാണ്, ഈ പറഞ്ഞ കുടുംബ വീട്ടിൽ നിന്ന്. പിന്നെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തല്ലേ? അതെ, പത്തനംതിട്ട ജില്ല. കൊല്ലമല്ല. ആ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടല്ലേ. ഞാനിത് പറയാൻ കാരണം ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ് എന്നൊരു വലിയ പ്രചരണമുണ്ട്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രചരണം ഉള്ളത് കൊണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്താണ്. കൊല്ലം ജില്ലക്കാരി എന്ന് പറയുമ്പോൾ കൊല്ലത്ത് നിന്നും പത്തനംതിട്ട ജില്ലയിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറം കിടക്കുന്ന കൊല്ലത്തേക്കല്ല, എൻ്റെ കുടുംബ വീട് എന്ന് പറയുന്ന സ്ഥലത്തെയാണ് എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ആ സ്ഥലം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ ബോർഡറാണ്. ജസ്റ്റ് 1 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ CPI സീറ്റ് നൽകുന്നു. മത്സരിക്കണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചു. അത് CPIയുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. അതെ അതെ, സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. സിറ്റിംഗ് സീറ്റ് ഫോർ ദ ലാസ്റ്റ് 20 years ഞാൻ ഉൾപ്പെടെ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ടേമിൽ എൻ്റെ ഞാൻ ഉൾപ്പെടെ പറയുകയാണെങ്കിൽ 20 വർഷക്കാലമായിട്ട് CPI ആണ്. ഇപ്പം അല്ല. എത്ര വോട്ടിന് ഭൂരിപക്ഷം കിട്ടിയ വർഷം 2020? അന്ന് 5861 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. അതിനു മുമ്പോ? അതിനു മുമ്പ് എനിക്ക് 160 വോട്ട് എങ്ങാണ്ടായിരുന്നു, 190 എങ്ങാണ്ട്. അതിന് മുമ്പ് ജയിച്ച 500 വോട്ട്, 500-നകത്താണ് എത്രയായാലും. അത്രയും വലിയ വ്യത്യാസം ശ്രീനാദേവി കൊണ്ടുവന്നു. അതെ, 2020. അതെ. പിന്നെ CPIയുടെ ഒരു ജില്ലാ പഞ്ചായത്ത്, എന്തായാലും ശ്രീനാദേവിയുടെ അപ്പോഴത്തെ ഒരു പൊസിഷനും ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കൊള്ളാവുന്ന ഒരു പോസ്റ്റാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് CPIയോട് ഉടക്കുണ്ടാക്കാൻ സാഹചര്യം ഉണ്ടായത്? ഇടത് സാംസ്കാരിക പ്രവർത്തനമുണ്ട്, കവിതയുണ്ട്, അവരൊരു പോസ്റ്റ് തന്നു, AIVFയുടെ സംസ്ഥാന നേതൃത്വം തന്നു. പിന്നെ എവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഞാൻ കേട്ടത് പാർട്ടിയുടെ ഒരു ജില്ലാ നേതാവായിരുന്നു ജയിനുമായിട്ടെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. AP ജയനുമായിട്ടെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അതെ, ഞാൻ ഇവിടെ നമ്മൾ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ഒരു ആദർശം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ എത്തിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്നു. പാർട്ടിക്ക് വലിയ അഭിമാനമാകുന്ന, വ്യക്തിപരമായ വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു വിജയമുണ്ടാകുന്നു. ആ വിജയത്തോടു കൂടി നമ്മൾ വലിയ രീതിയിൽ നല്ല പ്രവർത്തനത്തിലേക്ക് പോകുന്നു. പക്ഷേ ഈ പറഞ്ഞ സർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കവിത, കഥ, പ്രവർത്തനം, പ്രകടനം, സംസാരം ഇതൊന്നും ഉൾക്കൊള്ളാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും. അസ്വാഭാവികമായിരുന്നു, അസാധാരണമായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അത് വ്യക്തിപരമായ ചില അറ്റാക്കുകളിലേക്ക്,
പല പ്രശ്നങ്ങളിലേക്ക് സംഘടനാപരമായി മാറ്റി നിർത്തണം എന്നുള്ള തീരുമാനങ്ങളിലേക്ക് ഈ AIVF-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തു എന്ന് പറയുന്നത് തന്നെ അത്ര സുതാര്യമായി നടന്ന ഒരു പ്രവൃത്തിയായിരുന്നില്ല. AIVF-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന സമ്മേളനത്തിൽ കണ്ണൂർ വെച്ചിട്ടുള്ള സമ്മേളനമായിരുന്നു. അവിടെ വെച്ചിട്ട് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാക്ക് തന്നെ പത്തനംതിട്ട ജില്ലയിലെ ഒരു വനിതയുടെ ഒഴികെ ബാക്കിയെല്ലാ അംഗങ്ങളെയും ഇവിടെ പ്രഖ്യാപിക്കുകയാണ് എന്ന ആമുഖത്തോടുകൂടി ബാക്കി എല്ലാവരുടെയും പേര് വായിച്ചു. അവിടെ അങ്ങനെയൊരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അഥവാ സംഘടനാപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനം അവിടുത്തെ ജില്ലാ നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല. ആൻഡ് സ്റ്റിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ ഐ ഹാവ് നോ ഐഡിയ എന്താണ് അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അതെ അതെ. അപ്പോൾ അത്തരത്തിൽ വളരെ വലിയ അസ്വാഭാവികതകളിലൂടെയാണ് ഞാൻ പോയത്. AIVF-ന്റെ അവസ്ഥ എന്തായിരുന്നു അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന്, മറ്റു നേതാക്കൾക്ക്? അവർക്കോ അല്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് പറയാനില്ല. ഇവിടുന്ന് പാർട്ടിയുടെ ഇൻഫ്ലുവൻസിൽ നിൽക്കുന്ന സംഘടനയാണ്. എത്ര പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞാലും സ്വതന്ത്ര സംഘടന എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെതായ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഈ പ്രശ്നങ്ങളുള്ളതിനെ അഭിമുഖീകരിക്കാൻ ഒരു ഓപ്ഷനേ ഉള്ളല്ലോ. അവിടെ നമുക്ക് ഇട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമ്മൾ ഇട്ടിട്ട് പോവുള്ളൂ. അതുവരെ ഡെയിലി ഉള്ളൊരു ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്കായി, വ്യക്തിപരമായി ഉള്ള അപവാദങ്ങളിലേക്ക് കടന്നു. അത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചില്ല. ഒരു തരത്തിൽ ആരോപണമുണ്ടെങ്കിൽ ഞാൻ ജനപ്രതിനിധിയാണ്, കുറവുകളുണ്ടെങ്കിൽ ആദ്യം ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്ന സാമാന്യമായൊരു പ്രക്രിയയുണ്ട്. ആ ചൂണ്ടിക്കാണിക്കലുകൾ ഉണ്ടാകുന്നില്ല. വിമർശനങ്ങൾ എന്ന് പറയുന്നത് ബോധപൂർവമുള്ള ഒരു ഒരു അറ്റാക്ക് എന്ന പോലെ, ഒരു സ്പോൺസേർഡ് അറ്റാക്ക് എന്ന് തന്നെ കൃത്യമായി പറയാം. സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെ നമ്മൾ എത്തിച്ചേരുമ്പോൾ, നമ്മളിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് കുറിപ്പ് കൊടുത്തുകൊണ്ട് പറയുക. അതും പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളല്ല, പാർട്ടിയെ ഒപ്പം നിൽക്കുന്ന, പാർട്ടിയെ സ്നേഹിച്ചു നിൽക്കുന്ന, പാർട്ടിയുടെ വേണ്ടി എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സാഹചര്യത്തിൽ അപ്പോഴൊക്കെയും നമുക്ക് ഒരു മനസ്സിലാകായിക അന്നും ഇന്നും പൂർണ്ണമായി തുടർന്നു. പിന്നീട് പല വിഷയങ്ങളിലും എനിക്ക് കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരേണ്ടി വരുന്നു. അങ്ങനെ അവിടെ കൺമുന്നിൽപ്പെട്ട ഒരു അഴിമതി കൃത്യമായി ചൂണ്ടിക്കാണിച്ച് പരാതി നൽകി. ഒപ്പം വ്യക്തിപരമായ പരാതി കൂടി നൽകി. അതുവരെ എന്തനുഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു പരാതി കൂടി എന്തുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് ഞാൻ കൊടുത്ത ഒരു പരാതി. അതെ, ഞാൻ ഈ വിഷയം അവിടെ പ്രശ്നമുണ്ടായപ്പോൾ ആദ്യം കണ്ടത് കാനം സഖാവിനെ അല്ല, ഈ പാർട്ടിയുടെ പഴയ ജില്ലാ സെക്രട്ടറി തന്നെയാണ്. അദ്ദേഹത്തെ കണ്ടു തന്നെ ഞാൻ സംസാരിച്ചു. എന്താണ് ഇത്രയും വലിയ ഇഷ്ടക്കേട്? ഞാനിങ്ങനെ തന്നെ ചോദിച്ചു. എനിക്ക് പാർട്ടിയുടെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എവിടെയെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാനുള്ള ഉപദേശം നൽകുക എന്നുള്ള ഒരു സാഹചര്യം ഉപയോഗിക്കുക, അതിന് അങ്ങനെയാകണം എന്നൊക്കെ ഞാൻ ആഗ്രഹങ്ങൾ പറഞ്ഞു. പക്ഷെ അതിനൊന്നും എന്തുകൊണ്ടൊക്കെയോ ആളതൊന്നും അക്സെപ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. എന്നോട് എന്താണെന്നുള്ള ചിത്രം ഇപ്പോഴും വ്യക്തമായിരുന്നില്ല, ഇപ്പോഴും വ്യക്തമല്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു സീമ ലംഘിച്ചുകൊണ്ട് അത് സഞ്ചരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് സംഘടനാപരമായി കമ്മിറ്റികളിൽ എടുക്കണ്ട എന്ന് ഒരു ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞുകൊണ്ട് ഇടപെടുന്ന സാഹചര്യത്തിൽ അതിനെയൊക്കെയും സംഘടനാപരമാണ്, അത് ജീവിച്ച് നിൽക്കാം, നമുക്ക് അതിനകത്ത് പരാതി ഇല്ല, എടുക്കരുത് എന്ന് തീരുമാനിച്ചിട്ടും എടുത്തു. ആ സാഹചര്യം വന്നു. പിന്നീട് അതിനുശേഷം അത് വ്യക്തിപരമായ അറ്റാക്കുകളിലേക്കായി. ഒരു അപവാദ പ്രചരണങ്ങൾ അപ്പോഴത്തേക്ക് പരാതി അതിനുശേഷം അല്ല, അത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ തുടങ്ങി വെച്ചപ്പോഴാണ് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന ബോധ്യം എനിക്കുണ്ടായി. ഞാൻ കാനം സഖാവിനെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, പാർട്ടി സംസ്ഥാന നേതാവ് കൂടിയായ ഒരു സംസ്ഥാന സെക്രട്ടറിയെ നമ്മൾ കണ്ടുകൊണ്ട് ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി കൊടുക്കുമ്പോൾ എങ്ങനെ ഉൾക്കൊള്ളും എന്നെനിക്കറിയില്ല. അദ്ദേഹത്തെ പോലെ ഒരു അടുപ്പമുണ്ട്, നമുക്ക് ബഹുമാനവും നമ്മളോട് ഒരു വാത്സല്യം ഉണ്ടെന്നതിനപ്പുറത്തേക്ക് നമുക്ക് അവകാശപ്പെടാൻ വലിയ വലിയ ബന്ധങ്ങളുടെ അടിയൊഴുക്കുകളൊന്നുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ചെന്നൊരു ജില്ലാ സെക്രട്ടറിക്കെതിരെയുള്ള പരാതിയാണെന്ന് പറയുമ്പോൾ എങ്ങനെ അതിന് മറുപടി ഉണ്ടാവും? ആള് കുറച്ച് ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ വളരെ ജെന്റിൽ റിക്വസ്റ്റ് ചെയ്താണ് പറഞ്ഞത്, ഇത് സംഘടനാപരമായും പാർട്ടിപരമായും ചെയ്യുന്നത് ശരിയാണോ എന്ന് വിലയിരുത്താനുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണ്. സോ എനിക്കിതാണ് പരാതിയുള്ളത്. വ്യക്തിപരമായി ഞാൻ ഇത്രയും അധിക്ഷേപിക്കപ്പെട്ടു, അനുഭവിക്കുന്നു. ആൻഡ് എനിക്കൊരു ഐഡിയയുമില്ല എന്തിനാണ് എന്ന്. ആൻഡ് ഇതാണ് എൻ്റെ കറപ്ഷൻ റിലേറ്റഡ് കംപ്ലയിൻറ്റ്. ആൻഡ് ഈ 2 കംപ്ലയിൻ്റ് കൂടെ ഞാൻ കൊടുത്തു. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മനുഷ്യത്വപരമായി എൻ്റെ പരാതികൾ എടുക്കപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ടു.
പാർട്ടി അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം നടന്നു. 2 അന്വേഷണ കമ്മീഷനുകൾ വന്നു, ഏകാംഗ കമ്മീഷനും 4 അംഗ കമ്മീഷനും. അവിടെയെല്ലാം തെളിവുകൾ നിരത്തി തന്നെയാണ് സംസാരിച്ചത്, അല്ലാതെ വെറും ആരോപണങ്ങൾ വായുവിലേക്ക് ഉന്നയിച്ചല്ല. ഇപ്പോഴും ഞാൻ പറയുവാനോ ആ വിഷയത്തെക്കുറിച്ച്, ആക്ച്വലി അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്. എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അതെ നടപടി ഉണ്ടായി, താല്പര്യം സത്യത്തിലില്ല. എന്നിട്ട് പിന്നെ നടപടി ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ അവിടെ തുടരാവില്ല, പിന്നെ എന്താ പറ്റിയ സംഭവിച്ചത്? അങ്ങനെ തുടർന്നു, നടപടി എടുത്തു. നടപടി എടുക്കുമ്പോഴും അവിടുത്തെ കാനം സഖാവ് നടപടി എടുത്തു കഴിഞ്ഞ് 1 മാസം പോലും പിന്നെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നടപടിയെടുത്ത് 10ാമത്തെ ദിവസം ആണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ പിന്നെ പൊളിറ്റിക്കൽ ഇക്വേഷൻസിന് മാറ്റമുണ്ട്. ഒരുപക്ഷെ ജില്ലയിൽ ഒരു നടപടി എടുത്തയാൾ ഇല്ല. ഇനി തങ്ങൾക്ക് ഇനി ഇവിടെ നടപടി എടുക്കുന്ന ജില്ലയിലെ ചില സാഹചര്യം വരുമ്പോൾ നമ്മൾ പരാതി കൊടുക്കുന്നത് വരെ നമ്മൾ ആരെയും കണ്ടിട്ടില്ല, ഒരാളുടെയും പിന്തുണ കണ്ടില്ല. അവിടെ അങ്ങേയറ്റം ഒറ്റപ്പെടൽ വന്നപ്പോഴാണ് പരാതി കൊടുത്തത്. അല്ലെങ്കിൽ നമുക്കല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ പരാതി കൊടുക്കില്ല. അപ്പം അങ്ങനെ പിന്നെ ഇവിടെ ഒരു ഒറ്റപ്പെടൽ, പിന്നെ പണ്ടത്തെ ഒറ്റപ്പെടലല്ല, പിന്നെ ഒരു റിവെഞ്ചിലുള്ള ഒറ്റപ്പെടുത്തലാണ്. ആ റിവെഞ്ച് ആഡ് ചെയ്തപ്പെടുത്ത ഒറ്റപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ വളരെ ക്രൂവലായിട്ട് മാറും. അത് ഞാൻ പിന്നെ കണ്ടത് അത്രയും വളരെ ക്രൂരമായിട്ടുള്ള ഒരു ഐസൊലേഷനായിരുന്നു. ഒരു പരിപാടികളിലും പങ്കെടുപ്പിക്കാതിരിക്കുക, സംസാരിക്കാൻ വിളിക്കാതിരിക്കുക. വേദിയിൽ നമ്മളിരിക്കുമ്പോഴും AIVFൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. എല്ലായിടത്തും പറയാറുണ്ടല്ലോ വനിതകൾക്ക് പ്രയോറിറ്റി. ഐ നെവർ വിറ്റ്നസ് ദാറ്റ് പ്രയോറിറ്റി ഇൻ എനിവെയർ ഇൻ മൈ ലൈഫ്. അവിടെ CPIയിൽ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ പരിഗണിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ തഴയണം, നമ്മളെ നടപടി എടുത്ത ഒരാളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ ഒരു നടപടി എടുക്കണം എന്നായി പിന്നെ അവരുടെ അജണ്ട. അങ്ങനെ നമ്മൾ വയനാട് പരിപാടി ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പരിപാടികൾ ബോധപൂർവം, നമ്മൾ അറിഞ്ഞില്ല, ബോധപൂർവം അത് പൊളിക്കുന്നുണ്ടായിരുന്നു. അവസാനം അത് റിവീൽ ചെയ്യപ്പെട്ടു. അങ്ങനെ അതിനെ തുടർന്ന് നടപടി എടുക്കാൻ ശ്രമിച്ചു, അതിന് സാധിച്ചില്ല. കാരണം ഞാൻ അപ്പോഴത്തേന് എൻ്റെ കൃത്യമായ കാരണങ്ങൾ നിരത്തി. അപ്പോൾ പിന്നെ മാവേലിക്കരയിലെ AIVFൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനാണ്, സാധാരണ പങ്കെടുക്കാത്തതിനും മാറി നിൽക്കുമ്പോഴാണ് നടപടി വരിക. പങ്കെടുത്തതിന് എൻ്റെ പേരിൽ നടപടി എടുക്കുന്നു. വളരെ പുതിയ സെക്രട്ടറി ആയിട്ട് അങ്ങനെ അടുപ്പില്ലായിരുന്നു ബിനോയ് വിശ്വം. അദ്ദേഹത്തിന് പുതിയ സെക്രട്ടറി എന്നുള്ള പദം ഉപയോഗിച്ചില്ലേ, അദ്ദേഹത്തിന് ആ സിറ്റുവേഷനുമായിട്ട് ഒക്കെ അദ്ദേഹം യോജിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. ഒരു നേതാവാകുന്നത്, ലീഡറാവുന്നത് വിശ്വസിച്ച് നിൽക്കുന്നവരെ, അണികളെ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടാവുമ്പോഴാണ്. അദ്ദേഹം ചെയ്തിട്ടില്ല. ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും CPI വിടേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ആ സാഹചര്യത്തിലാണ് എനിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിഷേധിക്കപ്പെടുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവേണ്ടതായിരുന്നു. അതെ, പാർട്ടി ഇല്ല, പാർട്ടിയിൽ നിന്ന് 2 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളാണ് CPIയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നത്. 2 വനിതയായിരുന്നു. 2 സീറ്റേ ജയിച്ചു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് 2 ജയിച്ചു. 3 സീറ്റ് ഉണ്ടായിരുന്നു, 2 ജയിച്ചു. CPIക്ക് പ്രസിഡന്റ് സ്ഥാനം 4ാമത്തെ വർഷം 1 വർഷം 1 ഇയർ ടേം ഉണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനം ഫസ്റ്റ് 1 ഇയർ ടേം ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ വർഷം വൈസ് പ്രസിഡന്റ് ആക്കിയ അതേ ആളെ തന്നെ പ്രസിഡന്റ് ആക്കി. രണ്ടുപേരും ആദ്യം ജയിച്ചവരാണ്. എനിക്കാണ് കുറച്ചുകൂടെങ്കിലും പാർട്ടിയുമായിട്ട് കുറേയധികം പ്രവർത്തനമോ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ പോട്ടെ, എന്നെ അങ്ങനെ കൺസിഡർ ചെയ്തു അതല്ല ഞാൻ പറഞ്ഞത്. പാർട്ടി തീരുമാനമെടുത്തു വെച്ചിരുന്നത് CPIയുടെ, എന്നോട് തന്നെ പാർട്ടി അന്ന് നമ്മുടെ ജയിച്ച സമയത്ത് 2020 ഡിസംബറിൽ പാർട്ടി കമ്മിറ്റി കൂടുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാകണം, വൈസ് പ്രസിഡന്റ് ആരാകണം, ആര് പാർലമെന്ററി പാർട്ടി നേതാവാകണം, എന്തുകൊണ്ട് ഇവർ ഓരോരുത്തരുമാകണം തുടങ്ങിയുള്ള തീരുമാനങ്ങളെല്ലാം എടുത്ത കമ്മിറ്റിക്ക് ശേഷം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ഞങ്ങളെ 2 പേരെയും അങ്ങോട്ടേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ചെന്നപ്പോൾ ആ കമ്മിറ്റിയിൽ വെച്ച് തന്നെ, കമ്മിറ്റിക്ക് ശേഷം നമ്മളെ അങ്ങോട്ട് കയറാൻ പറഞ്ഞു. അതിനുശേഷം തന്നെ അവിടെ വെച്ച് പറഞ്ഞു, ഇതുപോലെ ഇന്ന ആളാണ് ആദ്യം കയറുന്ന വൈസ് പ്രസിഡന്റ്, 1 വർഷം ഇയാളാവട്ടെ. അതിനുശേഷം എന്നോട് പറഞ്ഞ വാചകം തന്നെ, പ്രസിഡന്റ് ആവാൻ 4ാമത്തെ വർഷമാകുമ്പോൾ താൻ പ്രസിഡന്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്യപ്പെട്ട തീരുമാനമായി എഴുതി മിനിറ്റ്സിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. ആ തീരുമാനമാണ് 2023 ഡിസംബർ 30-ാം തീയതി നടപ്പിലാക്കേണ്ടിയിരുന്നത്. പക്ഷേ 2023 ഡിസംബർ 8-ാം തീയതിയാണ് കാനം സഖാവ് മരിക്കുന്നത്. അപ്പോൾ ആ തീരുമാനം പിന്നീട് മുന്നോട്ട് കുറച്ച് നീട്ടിപ്പെട്ടു പോയി. പിന്നെ 2024 മാർച്ച് ആവുന്നു. മാർച്ചിൽ ഒരു സുപ്രഭാതത്തിൽ തലേന്ന് രാത്രി 9:45 വരെ എൻ്റെ തീരുമാനം സ്റ്റേറ്റ് ഉൾപ്പെടെ തീരുമാനിച്ചു വന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്നിരുന്നാലും പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ, സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ദിവസം രാവിലെയാണ് തീരുമാനം മറ്റൊന്നായി മാറുന്നത്. അപ്പോൾ അത് ഒരു പ്രതിഷേധവും വലിയ ഷോക്കായിരുന്നു. അത് നമുക്കൊരു സ്ഥാനം കിട്ടിയില്ല എന്ന് മാത്രമല്ല, പാർട്ടി പരിഗണിക്കുക എന്ന് വെച്ചാൽ അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവിടെ അക്സെപ്റ്റൻസ് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായി. കാരണം പരാതി കൊടുത്തയാളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട അവിടെ ഉറപ്പായിട്ടും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്കിലും ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ ചടങ്ങുകളും പൂർത്തിയാകുന്നവരായിരുന്നു. ആശംസകൾ അറിയിച്ചു. അതിനുശേഷമാണ് പോരുന്നത്. അതിനുശേഷം ഞാൻ കണ്ടത് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്.
പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജില്ലാ പഞ്ചായത്ത് AIVF സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക് അടൂരെ നമ്മുടെ പാർലമെൻറ്റ് പാർലമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഭാരവാഹിത്വം ചെയർമാൻ കൺവീനർ രണ്ടിൽ ചെയർമാൻഷിപ്പ് CPIക്ക് ആയിരുന്നു. അപ്പോൾ ചെയർപേഴ്സണായിട്ട് എൻ്റെ പേര് വരുന്നതിന് ആകെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ട് നിൽക്കുന്ന ഒരാൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് മോളിൽ നിന്നുള്ള ഡയറക്ഷൻ. അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പരിപാടികൾ തെരഞ്ഞെടുപ്പിൻ്റെ പരിപാടികൾ പോലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കും. തുടങ്ങി ഇങ്ങോട്ട് വന്ന് കണ്ടു. ഒടുവിൽ വന്ന 2025 ജനുവരി 31 ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിലെ പരിപാടിയിൽ 30-ാം തീയതി പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് 31-ാം തീയതി രാത്രി 11:30 മണിക്ക് ഒരു പ്രത്യേക കമ്മിറ്റി കൂടി എന്നെ പുറത്താക്കുന്നു. AIVF പുറത്താക്കി. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും എന്നെ പുറത്താക്കിയിരിക്കുന്നു. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതേ വാചകമായിരുന്നു പഴയ ജില്ലാ സെക്രട്ടറിക്കെതിരെയുള്ള നടപടിയുടെ വാചകം. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. അതേ വാചകത്തോടുകൂടി ഒരു വാർത്ത വരുന്നു. 2025 ജനുവരി 31 രാത്രി 11:30. ഭയങ്കര എന്താ പറയുക, സ്വാഭാവികത ഉണ്ട് അതിനകത്ത്. നമ്മൾ ആ സമയത്തൊന്ന് രാത്രി ഒരു 8-8:30 മണി 9 മണിക്ക് മുൻപായിട്ടാണ് AIVF സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടുകയാണ്. അതിനുശേഷം ആ കമ്മിറ്റി തീർന്ന് അടുത്ത കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി തുടങ്ങുന്നത് 10:30 മണിയോടെ 10 മണി കഴിഞ്ഞു 10:15 ആവുന്നു. ആ സമയത്ത് തുടങ്ങി രാത്രി 11:30 അവസാനിക്കുകയാണ്. അജണ്ട എന്താണ്? ഒരു വനിതയെ AIVF സംസ്ഥാന കമ്മിറ്റി അംഗത്തെ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗത്തെ പുറത്താക്കുക എന്നുള്ളതാണ് അജണ്ട. അതിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു എനിക്ക് വിശദീകരണം തരണം. കാരണം കള്ളമാണ് ചർച്ച ചെയ്യുന്നത്. ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നുണകൾ ചർച്ച ചെയ്യുക, യാതൊരു എത്തിക്സോ മാനേഴ്സോ ഇല്ലാത്ത രീതിയിൽ കള്ളങ്ങൾ ഒരു നേതൃത്വത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ തന്നെ വന്നിരുന്നു പറയുക. അപ്പോൾ അതിനെതിരെ എനിക്ക് മറുപടി പറയാൻ വേണമെങ്കിൽ പറഞ്ഞിട്ട് പൊക്കോളൂ, ഞങ്ങളുടെ തീരുമാനം ഇതാണെന്ന് വരാം. എനിവേ പുറത്തായി. ശേഷം ഞാൻ എൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. എല്ലാവരെയും കണ്ടു. എനിക്ക് അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എൻ്റെ ഭാഗം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടു. തിരിച്ചെടുത്തു. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് തന്നെ തിരിച്ചെടുക്കാമെന്ന്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ തിരിച്ചെടുക്കാമെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. എന്നിരുന്നാലും കമ്മിറ്റികൾ കൂടി എല്ലാം കഴിഞ്ഞ് മാർച്ച് മാസം ആദ്യത്തോടു കൂടി തിരിച്ചു വന്നു. പിന്നെ എങ്ങനെയായിരുന്നു മുമ്പോട്ടുള്ള പോക്ക്? അതിനുശേഷം നമ്മൾ മുന്നോട്ട് വന്നു. പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം തുടർന്നു. തീർച്ചയായിട്ടും ഒരു പരിപാടികളും നമ്മളെ പങ്കെടുക്കില്ല. പാർട്ടി വിടാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? അന്ന് തന്നെ മാവേലിക്കരയിലെ പരിപാടിയിൽ തന്നെ പുറത്താക്കിയതിന് ശേഷം വന്ന പത്രവാർത്ത, മുഖ്യമായിട്ടുള്ള എല്ലാ പത്രങ്ങളിലും വന്നു. ആ വാർത്തയിൽ അവർ കൊടുത്തിരുന്നത് പാർട്ടി പ്രാദേശിക നേതൃത്വവും AIVF ജില്ലാ നേതൃത്വവും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനാണ് പുറത്താക്കിയത്. സ്വാഭാവികതയില്ലേ? എന്തിനായിരുന്നു പാർട്ടി പ്രാദേശിക നേതൃത്വം? മാവേലിക്കരയിലെ പ്രാദേശിക നേതൃത്വം എന്നെ വിലക്കി എന്നാണ് ആ പത്രവാർത്തയിൽ പറയുന്നത്. ശരി, അങ്ങനെ അവർ പരസ്യമായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തിനായിരുന്നു ഒരു പ്രാദേശിക നേതൃത്വം മറ്റാർക്കുമില്ലാത്തൊരു വിലക്ക് എനിക്ക് വന്നത്? എന്തിനായിരുന്നു ഇവിടുത്തെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഞാൻ പങ്കെടുക്കരുതെന്ന് വാശി പിടിച്ചത്? അപ്പോൾ അതായത് ചിത്രത്തിൽ ഇല്ലാതെയാക്കുക. ഒരാൾക്കെതിരെ പരാതി കൊടുക്കാൻ തുനിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ അനുഭവിക്കുമെന്നുള്ള തീരുമാനമോടെ. പാർട്ടി വിടാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? എൻ്റെ മെമ്പർഷിപ്പ് കട്ട് ചെയ്തപ്പോൾ. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ പണം അടച്ച എനിക്ക് ഞാൻ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അറിയുന്നു മെമ്പർഷിപ്പ് തരില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, മെമ്പർഷിപ്പ് തരില്ല. ഇങ്ങനെ തന്നെയായിരുന്നു മറുപടി. എനിക്ക് ലെറ്റർ തരുന്നില്ല, വിളിച്ചു പോലും അറിയിക്കുന്നില്ല, ഒന്നും തരുന്നില്ല. പിന്നീട് നമ്മുടെ ഒരു സുഹൃത്ത് മുഖേന നമ്മൾ അറിയാണ് ശ്രീന പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. ഞാനത് അന്വേഷിച്ചു. പിന്നീട് പാർട്ടി മണ്ഡല അസിസ്റ്റന്റ് സെക്രട്ടറിയോട് സംസാരിച്ചു, ബോധ്യപ്പെട്ടു ശരിയാണെന്ന്, പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. ആ സാഹചര്യത്തിൽ ഞാൻ ജില്ലാ സെക്രട്ടറി സെപ്റ്റംബർ മാസമാണ്. അപ്പോൾ തന്നെ പാർട്ടി വിടാൻ തീരുമാനിച്ചു? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാനത് പാർട്ടി അപ്പോഴും നമ്മൾ കുറേ ആയിട്ട് ഒരുപാട് തിരിച്ചടികൾ ഇങ്ങനെ മാനസികമായി നമ്മൾ വളരെ മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സാഹചര്യത്തിൽ. കാരണം ഒറ്റപ്പെടുത്തലിൻ്റെ അതിൻ്റെ പീക്കിലെത്തി ആ സമയമായപ്പോഴത്തേക്കും. അതിനുശേഷം UPSC ഉപേക്ഷിച്ചു. അല്ല, ഇതിന്റെ കൂടെ എൻ്റെ പേരിൽ കുറെ ക്രിമിനൽ കേസ് വന്നു. ഞാൻ ഒരു വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ് വീട് കത്തിച്ചു. ഉറപ്പായിട്ടും ഇതിന് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ പറഞ്ഞ രാഷ്ട്രീയമല്ല, വ്യക്തിപരം. ഞാൻ ഈ കുടുംബ വീടിന് നെക്സ്റ്റ് താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് വീട് കത്തിക്കാൻ ശ്രമിച്ചു. 1-ാം പ്രതി. ആ വീട്ടിലെ തന്നെ ഒരു ഗൃഹനാഥൻ, ഒരു ഗൃഹനാഥനാണ് അയാൾ. എനിക്ക് തോന്നുന്നു 2022 സെപ്റ്റംബറിലോ മറ്റോ ആണ് മരിക്കുന്നത്. 2022 സെപ്റ്റംബറിലാണ്, 22 സെപ്റ്റംബറിലാണ് മരണം. 23 ഡിസംബറിലാണ് ജില്ലാ പഞ്ചായത്ത്. ഡിസംബർ 30 ഇരിക്കുന്ന പ്രസിഡന്റ് ഇറങ്ങേണ്ട ഡേറ്റ്. ഡിസംബർ 30. ഡിസംബർ 15-ാം തീയതി എൻ്റെ പേരിലൊരു FIR. 2022 സെപ്റ്റംബറിൽ സ്വാഭാവികമായിട്ടും അസുഖം വന്ന് സ്ട്രോക്ക് പേഷ്യൻ്റ് ആയിട്ടിരുന്ന് മരണപ്പെട്ട ഒരാളെ ഞാൻ വീട്ടിൽ കയറി തല്ലിക്കൊല്ലുകയായിരുന്നു. എന്നോടൊരു ചോദ്യമില്ല, അന്വേഷണമില്ല. FIR ഇട്ടിരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പോലും FIR 2023 എന്തൊക്കെയോ. അതെ, ഒരാളെ വീട്ടിൽ കയറി തല്ലിക്കൊന്നു, അതാണ് കേസ്. അത് അടിച്ച് നിലത്തിടുന്നു. അതിനെ തുടർന്ന് അയാൾക്ക് വയ്യാതെ വരുന്നു, ഹോസ്പിറ്റലിൽ എത്തുന്നു, തുടർന്ന് മരിക്കുന്നു. വിചിത്രമായൊരു കേസ്. അയാൾ തന്നെയാണ് ആദ്യത്തെ കംപ്ലൈൻറ്റ് കൊടുത്ത ആളും. ആ കുടുംബം തന്നെയാണ്, ആ ഒരു ഫാമിലിയാണ് എനിക്കെതിരെ. ഞാൻ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തു. അതിനുശേഷം
അല്ല, അവരെനിക്ക് തോന്നുന്നു ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് ഫിനാൻഷ്യലി എന്തെങ്കിലും കിട്ടിയാൽ ശരി. പരാതി കൊടുക്കും എന്നുള്ള സ്റ്റാൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും ഒരു അത്തരത്തിലൊരു പരാതി എൻ്റെ പേര് കൊടുക്കേണ്ട എന്നിട്ട് ആവശ്യമില്ല. പോലീസിന്റെ സ്റ്റാൻഡ് എന്നായിരുന്നു? പോലീസ് അന്തസ്സുള്ള സ്റ്റാൻഡാണ് എടുത്തത്. ഒരു കാരണവശാലും ഞാൻ ഈ പരാതി ഉള്ളത് അറിഞ്ഞില്ല, FIR ഞാൻ അറിയുന്നില്ല, കുറ്റപത്രം കോടതി സമർപ്പിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അതിനുശേഷം ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, അതൊക്കെ പറഞ്ഞാൽ മാന്യത ഒരുപാടുള്ളതുകൊണ്ടായിരിക്കണം, പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 41A നോട്ടീസ് തന്നിരുന്നൊരു തെളിവുണ്ടാക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് അപ്പോഴാണ് അറിയുന്നത്. അത് വരുന്നത് 2024 മാർച്ച് 28 വീട്ടിൽ വരുന്നത്. ഞാൻ വായിക്കുമ്പോൾ ആ നോട്ടീസിൽ എഴുതിയിരിക്കുകയാണ് 2023 ഡിസംബർ മാസം 18 രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകണം. ഞാൻ ചോദിച്ചു, ടൈം ട്രാവൽ ചെയ്ത് വരണമെന്നാണോ, എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞ മറുപടി, SI ഗ്രേഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വിനയൻ എന്നൊരാളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ മറുപടി, മാഡം വരണമെന്നൊന്നുമില്ലല്ലോ, ഞങ്ങൾ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കി കോടതിയിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഞാൻ എന്താ കേസ്? ഒരു കേസാണ്, പറയുന്നില്ല ഒരു തരത്തിലും. ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു, ഒരു കേസ്. ഞാൻ ചോദിച്ചു, ആരാ പരാതിക്കാരൻ? അത് അപ്പുറത്ത്. ഞാൻ ചോദിച്ചു, എന്താ കേസ്? പറയുന്നില്ല. ഒടുക്കം ഞാൻ ഈ നമ്പർ വെച്ച് FIR നമ്പർ എടുത്ത് ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഞാൻ ഒരാളെ കൊന്നിട്ടിരിക്കുകയായിരുന്നു. എത്ര സിമ്പിളായിട്ടാണ് ശൂരനാട് പോലീസ് ആ കേസ് എടുത്തത്. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥനെതിരെയും ഈ ക്രൈമുകൾക്കെതിരെയും പോയി എവിടെയും ഇതേ വീട്ടുകാർ തന്നെ എൻ്റെ പേരിൽ മറ്റു 2 കേസ് കൊടുത്തു. ഒന്ന്, അവരുടെ വീട്ടിൽ 18 വയസ്സാവാൻ 2 മാസം മാത്രം പ്രായം ബാക്കിയിരിക്കെ 17 വയസ്സേ ഉള്ളൂ, 16 വയസ്സേ ഉള്ളൂ എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, 16ഉം 15ഉം വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തന്നെ വീട്ടിലെ 2 കുട്ടികളെന്ന് പറയാവുന്ന 2 പേർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പരാതി കൊടുത്തു, ഞാൻ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം അവരുടെ വീട്ടിൽ തന്നെ അംഗവൈകല്യമുള്ള ഒരാളുണ്ട് പോലും. ഒക്കെ എനിക്ക് എൻ്റെ പരാതി വരുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. കാരണം അവർ നടന്നു പോകുന്നതും കണ്ടാൽ ഒരിക്കലും അംഗവൈകല്യമുള്ള ഒരാളായിട്ട് പറയില്ല. ഞാൻ ഡീറ്റെയിൽസ് എടുത്ത് നോക്കി എവിടെയാണ് അംഗവൈകല്യം എന്നറിയാൻ. അപ്പോഴാണ് അറിഞ്ഞത് ആ പറയുന്ന സ്ഥലത്ത് അംഗവൈകല്യമുള്ളതായിട്ട് നടക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. എനിവേ, അങ്ങനെ ഒരാൾ പരാതി കൊടുത്തു എനിക്കെതിരെ. ഞാൻ അവരെ വികലാംഗ എന്നുള്ള രീതിയിൽ അധിക്ഷേപിച്ചു, അപമാനിച്ചു. ചുരുക്കം പറഞ്ഞാൽ പാർട്ടിയുമായി മല്ലിട്ട് തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ സംഘടനാപരമായിരുന്നില്ല, മാത്രമായിരുന്നില്ല, വ്യക്തിപരമായിട്ടും നിയമപരമായിട്ടും ഗുരുതരമായ അവസ്ഥ എത്ര എന്താ? എല്ലാ കേസുകളും അവസാനിച്ചു. ക്രൈംബ്രാഞ്ച് എനിക്കെതിരെ ഈ വിനയൻ അദ്ദേഹം വന്നിട്ട് വന്ന പ്രശ്നം, ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, DGPക്ക് പരാതി കൊടുത്തു, ഡിവൈഎസ്പി ഉൾപ്പെടെ എല്ലാവർക്കും കൊടുക്കാവുന്ന എല്ലായിടത്തും പരാതി കൊടുത്തു. ഈ കേസുകളിൽ ക്രൈംബ്രാഞ്ച് റീഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എന്തായാലും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് അനുഭാവപൂർവ്വം പരിഗണിച്ചു. എൻ്റെ പരാതി അഡ്രസ്സ് ചെയ്യപ്പെട്ടു. അങ്ങനെ ആ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് റീഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്നു. അത് റീഇൻവെസ്റ്റിഗേഷൻ ശരിയായ രീതിയിൽ നടന്നു. അത് കൃത്യമായി അത് കണ്ടുപിടിച്ചു. ഞാൻ ഈ പറഞ്ഞ ഒരു ക്രൈമും ചെയ്തിട്ടില്ല എന്നും ഇത് കള്ളക്കേസായിരുന്നു തെളിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ കൊടുത്ത എല്ലാവർക്കും, ആരൊക്കെയാണോ പരാതിക്കാർ, അവരെ ഏതാണ്ട് ഒരു 15 പേരോളം ഉണ്ട്, 14-15 പേരോളം ഉണ്ട്, അവർക്കെല്ലാം എതിരെ 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മാനനഷ്ട കേസ് കൊടുത്തിട്ടിരിക്കുകയാണ്. പേര് കേസൊന്നുമില്ല, ഒരു ക്രിമിനൽ കേസ് പോലും. അത്ര നല്ല 100 കേസ് കൂടുതലുള്ള ആളാണ് ഞാൻ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പോൾ ഒരു ക്രിമിനൽ കേസ്. അപ്പം എന്നിട്ട് പിന്നെ പാർട്ടി വിടാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? മെമ്പർഷിപ്പ് നിഷേധിക്കപ്പെട്ടപ്പോൾ അപ്പോഴും പൊരുതാമെന്ന് തന്നെ വിചാരിച്ചു. അവിടെ എന്തായാലും സീറ്റും കിട്ടത്തില്ല. പാർട്ടി സീറ്റ് സത്യത്തിൽ അങ്ങനെ ഒരു വിഷയം എൻ്റെ മുമ്പിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം പിന്നീട് അത് വനിതയാവുമ്പോഴല്ലേ സീറ്റ്, വനിതയാവില്ലല്ലോ. ഉറപ്പായിട്ടും അത് ജനറൽ സീറ്റാണ്. അവിടേക്ക് മത്സരിക്കാൻ ചില പഴയ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, ആരെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ കോൺഫിഡൻസോടുകൂടി നിൽക്കുന്ന കുറച്ച് ഒരാളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ വരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ടേം അവസാനിക്കുകയാണല്ലോ, ഒക്ടോബർ അവസാനത്തോടുകൂടി അല്ല നവംബർ ബിഗിനിങ് വരെ ഉള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ മെമ്പർഷിപ്പ് കട്ട് ചെയ്യുന്നു, തരില്ല എന്ന് പറയുന്നു. ജില്ലാ സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കറായി ജില്ലാ സെക്രട്ടറി. പരാതി കൊടുത്തു, അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. പരാതി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. എന്നെ ഏറെ വിഷമിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞ വാചകം, കൺട്രോൾ കമ്മീഷനിൽ പരാതി കൊടുക്കാൻ. ശരിയാണ്, സംഘടനാപരമായി ശരിയാണ്. പക്ഷേ ഒരു സഖാവ് എന്നുള്ള നിലയിൽ, ഒരു നേതാവ് എന്നുള്ള നിലയിൽ പരാതി കൊടുത്ത ഒരാൾ ബോധപൂർവ്വം ആക്രമിക്കപ്പെടുകയാണ്. ഇത്രയും അപമാനിക്കപ്പെട്ടത് അദ്ദേഹത്തിന് അറിയാം. ഓരോ ഘട്ടങ്ങളിൽ ഒഴിവാക്കപ്പെടുന്നതും തിരിച്ചു കയറുന്നതും. ഞാൻ കണ്ടിന്യൂസ്ലി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഷയം വരുന്നു, നമ്മൾ പൊരുതുന്നു, തിരിച്ചു കയറുന്നു, നമുക്കിതിനേ ഉള്ളൂ നേരം. അപ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങളായിട്ട് ഒടുക്കം മെമ്പർഷിപ്പ് നിഷേധിക്കുക എന്ന് വെച്ചാൽ അത് അങ്ങേയറ്റം അപമാനിക്കുന്നതിന് തുല്യമാണ്. അതിന് സംസ്ഥാന സെക്രട്ടറി എടുക്കേണ്ട നിലപാട്, ഞാൻ കൺട്രോൾ കമ്മീഷനിൽ പോയി ശരിയാക്കിക്കൊണ്ട് വരട്ടെ എന്നാണ്. അടുത്ത തവണ അപ്പോൾ എന്തായിരിക്കും? വീണ്ടും കൺട്രോൾ കമ്മീഷൻ. അപ്പോൾ ഓരോ കഴിഞ്ഞിട്ട് അങ്ങേ തവണ എൻ്റെ മെമ്പർഷിപ്പ് ഈ പറയുന്ന വർഷത്തിന് തൊട്ട് മുൻപത്തെ വർഷം എൻ്റെ മെമ്പർഷിപ്പ് കട്ട് ചെയ്തതാണ് ശരിക്കും. അപ്പോഴാണ് കട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നറിഞ്ഞുകൊണ്ട് ഞാൻ മെമ്പർഷിപ്പ് കടമ്പനാട് ടൗൺ ബ്രാഞ്ചിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തു. പന്തളം മണ്ഡലം കമ്മിറ്റി എൻ്റെ ഡിവിഷനിൽ തന്നെ പെടുന്നതാണ്. അപ്പോൾ മെമ്പർഷിപ്പ് കട്ട് ചെയ്യാനുള്ള അജണ്ട വർക്കൗട്ട് ആവുന്നു ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറഞ്ഞാൽ ബുദ്ധിപൂർവ്വം എൻ്റെ മെമ്പർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തു. കാരണം കട്ട് ചെയ്തു പോകുന്നൊരു സാഹചര്യത്തെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. പന്തളം എൻ്റെ പ്രദേശം തന്നെയാണ്, അപ്പോൾ എൻ്റെ ഡിവിഷൻ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അങ്ങോട്ടേക്ക് മാറാം, കാരണം അടൂർ കുറച്ചുകൂടെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ മാറാമെന്ന് വിചാരിച്ചു. അങ്ങനെ എത്ര തവണ ഒരു തവണ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു, അടുത്ത തവണ കട്ട് ചെയ്യുമ്പോൾ അടുത്ത പ്രശ്നം. അതിന് ചെന്ന് കേൾക്കേണ്ടയാൾ ഇത് ശരിയല്ല, ഇങ്ങനെ പാടില്ല. പാർട്ടി വിടാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? അതെ, ആ കൺട്രോൾ കമ്മീഷനിൽ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ പരസ്യമായി പറഞ്ഞില്ല. ഇല്ല, കൺട്രോൾ കമ്മീഷനിൽ പരാതി കൊടുത്തു. ഇതിനിടയിലാണ് രാഹുലിന്റെ വിഷയം ഉണ്ടാവുന്നത്. കൺട്രോൾ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ട് ആ സമയത്താണ്
രാഹുലിന്റെ അല്ല, വിഷയം കൺട്രോൾ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നതിന് മുൻപാണ്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു രാഹുൽ വിഷയം വിഷയം ഉണ്ടാവും. ഉണ്ടാവുന്നത്. അന്നേരപ്പോ രാഹുലിനെ അന്ന് എന്താ സംഭവിച്ചത്? അതെന്താ സംഭവിച്ചത്? റിപ്പോർട്ടർ ചാനൽ വിളിച്ചു ചോദിച്ചോ? റിപ്പോർട്ടർ ചാനലിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക, അങ്ങനെ തന്നെ പറയാനാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വേണ്ട എന്ന് വെക്കുന്നു. കാരണം വേണ്ട. അങ്ങനെ വിളിച്ചു, വിളിക്കുന്നു, ശ്രീനെ വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു. എനിക്ക് വാട്സപ്പിൽ ആദ്യം മെസ്സേജ് അയച്ചു, സംസാരിക്കണമെന്ന് പറഞ്ഞു. ആളാരാണെന്ന് പറയുന്നു. ഞാൻ എൻ്റെ കൂടെ സമയവും കൺവീനിയൻസും വെച്ച് സംസാരിക്കുന്നു. ഒരു ദിവസം രാത്രി 11 മണിക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം മറ്റോ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നറിഞ്ഞു എന്നാണ്. ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു ഇങ്ങനൊരു വാർത്ത? അത് പത്തനംതിട്ട ജില്ലയിലെ മാധ്യമപ്രവർത്തകരാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഏത് മാധ്യമപ്രവർത്തകൻ? അങ്ങനെ ഒരു വാർത്ത എന്തിന്? അല്ല, പെട്ടെന്ന് പറയുകയാണ്, വിഷമിക്കണ്ട, ആരും ഒന്നും അധികം അറിഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്തറിഞ്ഞിട്ടില്ല എന്ന്? അപ്പോൾ അവർ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടു. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് കേട്ടു എന്ന് അറിഞ്ഞു എന്ന് കേട്ടു എന്നല്ല, അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അത് വളരെ അസ്വാഭാവികമാണ്. എന്നെ അങ്ങനെ ഒരു പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കേണ്ട സാഹചര്യം ഇല്ല. അപ്പോൾ അത്തരത്തിൽ എന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കരുത്, അതൊരു തെറ്റാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞു, എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധമില്ല, എന്നെ ഈ വിഷയത്തിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കരുത്, അങ്ങൊരു പരാതി ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ട ഒരു സാഹചര്യം എനിക്കില്ല. പരാതി ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കുകയല്ല. ഉണ്ടായിരുന്നു. രാഹുലിന്റെ അടുത്ത് മോശം പെരുമാറ്റമൊന്നും ഉണ്ടായിട്ടില്ല? ഒരിക്കലും ഇല്ല. ഇത് ഈ പറഞ്ഞ ഊഹാപോഹങ്ങൾ ആളുകൾ പറയുന്ന പോലെ ഉള്ള, ഒരിക്കലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഒരേ വാർഡോ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ 2020 ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട്, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ രാഹുലായിരുന്നു. അതുകൊണ്ട് ആ കാലത്ത് ആ പരിചയമുണ്ട്. ആ കാലത്തും അങ്ങനെ UDFന്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനെ നമ്മൾ അങ്ങനെ പരിചയപ്പെടേണ്ട സാഹചര്യം ഇല്ല. ആ സമയത്ത് പരിചയമില്ല. അതെ, ഇലക്ഷൻ പ്രോസസ്സിൽ നമുക്ക് ബൈ ചാൻസ് അറിയാമെന്നതിനപ്പുറം വ്യക്തിപരമായ പരിചയമില്ല. അന്ന് എനിക്ക് തീർത്തും പരിചയമില്ല. കാരണം ഞാൻ ആ പ്രദേശത്തേക്ക് അങ്ങനെ പോയി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രദേശം ഒന്നുമല്ല. ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? റിപ്പോർട്ടർ ചാനലിലെ ലേഖികയുടെ അത് ഞങ്ങൾ അങ്ങനെ കേട്ടുകൊണ്ട് അറിയാതെ മിസ്റ്റേക്ക് കൊണ്ട് വിളിച്ചതാണ്, മിസ്റ്റേക്ക് എന്നുള്ള പദം ഉപയോഗിച്ചില്ല, അങ്ങനെ കേട്ടതുകൊണ്ട് വിളിച്ചതാണ് എന്ന് പറഞ്ഞ് വെച്ചു. എന്നിട്ട് ശ്രീനെ അന്ന് തന്നെ ലൈവ് ചെയ്തോ? ഇല്ല, ഞാൻ അതിൻ്റെ പിറ്റേന്നാണെന്ന് തോന്നുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അവിടെ ഒരു വ്യക്തിപരമായ ഒരു വിഷയം കൂടിയുണ്ട്. കാരണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്കെന്തോ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന പ്രചരണം പ്രാദേശികമായി ചില രാഷ്ട്രീയ എതിരാളികൾ തന്നെ പ്രചരിപ്പിച്ചു. നേരത്തെ ഉള്ള ശത്രുക്കൾ തന്നെ ആയിരിക്കാം. എക്സാക്ട്ലി. ആ പ്രചരണം കുറേ ചാനലുകൾ, കുറേ പത്രമാധ്യമത്തിലെ റിപ്പോർട്ടർമാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കളായിട്ടുള്ളവർ ഒക്കെ ഇതിലേക്കാണ് ഈ ഇൻഫർമേഷൻ എത്തുന്നത്. അപ്പം അങ്ങനെ എനിക്ക് പരിചയമില്ലാത്ത ചിലർ എന്നെ വിളിക്കുന്നു. ഞാൻ അവരോട് സത്യസന്ധമായിട്ട് നെഗേറ്റ് ചെയ്യുന്നു, എന്നെ ഇതിൽ ആവശ്യമില്ലാതെ കണക്ട് ചെയ്യരുത്. അങ്ങനെ ഞാൻ അന്വേഷിച്ചു, എന്തിനാണ് എന്നെ ഈ കണ്ടിന്യൂസ് വിളിക്കുന്നത്? അപ്പോൾ ഞാൻ അറിഞ്ഞു ചില ആൾക്കാരാണ് ഇത് അറിയിച്ചതവരെ. ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും പെൺകുട്ടികളെ, ഭാര്യയോ സഹോദരിയോ അമ്മയോ ആയിട്ടുള്ളവരെ ഇങ്ങനെ വിളിച്ച് ചോദിക്കാൻ മാധ്യമപ്രവർത്തകരെ അറിയിക്കുമോ? ശരിയായ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? നിഷേധിച്ചുവെങ്കിലും അതോടുകൂടി ആ അന്വേഷണങ്ങൾ അവസാനിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതായത് ഈ ഒരു കോൾ എനിക്ക് വന്ന ഉടനെ ഞാനിട്ട പോസ്റ്റ് അല്ല ഇത്. കണ്ടിന്യൂസ്ലി എനിക്കിങ്ങനെ എൻക്വയറീസ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. തെറ്റിദ്ധാരണ കൃത്യമായും പടർത്തിയിട്ടുണ്ട്, നല്ലൊരു പ്രചരണം എനിക്കെതിരെ നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുന്നു. സൗഹൃദപരമായിട്ട് എല്ലാവരോടും സംസാരിച്ച് അവസാനിപ്പിച്ചു. പക്ഷേ ഏറ്റവും അവസാനം എന്നെ വിളിച്ച് ഒരു സ്ത്രീ, ആ വിളിച്ച വനിതാ മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞത്, കാരണം ഇത്രയും നാളെന്നെ വിളിച്ചതൊക്കെ ജെൻസ് ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സ് ആയിരുന്നു, അത് സത്യവുമാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഒരു പുരുഷന്മാരായ മാധ്യമപ്രവർത്തകർ വിളിക്കുമ്പോൾ ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ വിഷമം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. ആ എക്സ്ട്രീമിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി പ്രതികരിക്കാതിരുന്നാൽ എനിക്ക് അപകടമാണ്. അപ്പം അങ്ങനെയാണ് പോസ്റ്റ് ഇടുന്നത്. അതെ. ആ പോസ്റ്റോട് കൂടിയാന്ന് തോന്നുന്നു എനിക്കൊന്ന് ഈ ശ്രീനാദേവിയെ പത്തനംതിട്ടയ്ക്ക് പുറത്തേക്കാം, പിന്നെ പാർട്ടിക്കാർക്കറിയാം, പൊതുസമൂഹത്തിലേക്ക് അറിയപ്പെടും. തീർച്ചയായിട്ടും. ആ പോസ്റ്റ് വന്നപ്പോഴത്തെ പ്രതികരണം എങ്ങനെയായിരുന്നു? സൈബർ ആക്രമണം ഉണ്ടായിരുന്നോ? ഞാനൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി കൊടുത്തതാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്, DYFയുടെ ഭാഗത്തുനിന്നും, ഈവൻ ഒരു പരിധിവരെ AVFിൻ്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള അന്തസ്സില്ലാത്ത സൈബർ അറ്റാക്ക് ഉണ്ടായി. സംസ്ഥാന കമ്മിറ്റി ഒന്നുമില്ല, പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും ഇല്ല. അല്ല, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ. സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ്. 2025 മാർച്ച് ഫസ്റ്റ് വീക്ക് തന്നെ തിരിച്ചു കയറിയല്ലോ. ആകെ ഒരു ഇടക്കാലത്ത് ഒരു 1.5 മാസക്കാലം മാത്രമാണ് അവരെടുത്ത തെറ്റായ നടപടി കൊണ്ട് പുറത്തിറങ്ങുന്നു. തിരിച്ച് എൻ്റെ ഭാഗം ശരിയായതുകൊണ്ട് ഞാൻ തിരിച്ചു കയറുന്നു. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ YFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. അങ്ങനെ ഒരാളെയാണ് ഇത്തരത്തിൽ വനിതയാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നു. എന്നാൽ YFന്റെ സ്റ്റേറ്റ് നേതൃത്വം എന്തുകൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി, അങ്ങനെ ഒരാൾ വിളിച്ച് നമ്മളോട് അങ്ങനെ ചോദിച്ചാൽ തെറ്റായിപ്പോയി എന്നൊരു വാചകം അല്ല പറയുന്നത്. പകരം അവിടെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് ഇങ്ങനെയാണ്, നിലപാടുകൾ തരാതരം ചേഞ്ച് ചെയ്യുമ്പോഴാണ്
അതിന് നിലപാടുകളെന്ന് പേരിട്ടുകൊണ്ട് ഓരോരുത്തർ വരും. അത് കഴിഞ്ഞിട്ടോ റിപ്പോർട്ടർ ചാനൽ മറ്റെന്തെങ്കിലും ഇങ്ങോട്ടുള്ള ഇല്ല, മുമ്പോട്ട് ആ പോസ്റ്റോടുകൂടി എന്നെ അവരൊരു ശത്രുവായി പ്രഖ്യാപിച്ചു. എൻ്റെ ഇലക്ഷൻ റിസൾട്ടിൽ തന്നെ ഞാൻ തോറ്റു എന്നുള്ള, ഒരു സ്ഥാനാർത്ഥി തോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു വിഷമം ഉണ്ടാവും, കൂടെ നിൽക്കുന്നവർക്ക് വിഷമം ഉണ്ടാവും, വ്യക്തിപരമായ വിഷമം, നമ്മുടെ സംഘടന പാർട്ടിപരമായ അത്. പക്ഷേ നമ്മളൊക്കെ അങ്ങ് ഓവർകം ചെയ്യും, പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു രീതിയാണ് പൊതുവെ പൊളിറ്റീഷ്യൻസിനെല്ലാം ഉള്ളത്. പക്ഷേ എന്തൊരു റിപ്പോർട്ട് ചാനൽ ഒരുപാട് ആഘോഷിച്ച ഒരു വാർത്തയായിരുന്നു, ഒരു വ്യാജ വാർത്തയായിരുന്നു ഞാൻ തോറ്റു എന്നുള്ളത്. ആഘോഷിച്ചതാണോ അവർ ബോധപൂർവ്വം സൃഷ്ടിച്ചതാണോ, ഭയങ്കര എന്ത് പറഞ്ഞാൽ ഒരു വലിയ രീതിയിൽ അത് തോറ്റു എന്നുള്ള വാക്ക് തന്നെ ഗംഭീരമായി, നല്ല ഭേഷായി തോറ്റു എന്നുള്ള തരത്തിലുള്ള എന്തൊക്കെയോ പ്രയോഗങ്ങളൊക്കെ കൊണ്ടാണ് അവർ ആ ആഘോഷത്തെ വലിയ രീതിയിൽ ആ സന്തോഷത്തോടു കൂടി വാർത്ത വായിക്കാവുന്ന ഒരു രീതിയില്ലേ. അതെങ്ങനെ ആ വാർത്ത അവർ മാത്രമാണ് ഈ തോറ്റു എന്നുള്ള വാർത്ത കൊടുത്തത്? അല്ല, എനിക്ക് തോന്നുന്നു ഏഷ്യനെറ്റിലും വന്നു തോന്നുന്നു. അതെങ്ങനെ ആ വാർത്ത അങ്ങനെ വരാൻ കാര്യം? അതിന് എനിക്കറിയില്ല. അവിടെ കൗണ്ടിങ് പൂർത്തിയായിട്ടില്ല. കൗണ്ടിങ് പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ അന്നത്തെ പ്രത്യേകത പലരും വിശ്വസിച്ചിരിക്കുന്നത്, എന്നിട്ട് പിന്നീട് ആദ്യം തോറ്റു എന്ന് വാർത്ത വന്നിട്ട് തിരുത്തി റീകൗണ്ടിങ്ങിലൂടെ ജയിച്ചു എന്നൊരു വാർത്ത അവരെല്ലാം കൊടുത്തു. അവിടെ തോറ്റ സാഹചര്യം ഉണ്ടായിട്ടില്ല, റീകൗണ്ടിങ്ങും ഉണ്ടായിട്ടില്ല. അപ്പോൾ തോക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കൗണ്ടിങ് പൂർത്തിയാവണം. കൗണ്ടിങ് പൂർത്തിയാവാൻ എൻ്റെ അറിവിൽ ഒരു വാർഡൂടെ, ഒരു വാർഡൂടെ ബാക്കി നിൽക്കുന്നു. ഒരു വാർഡിലെ റിസൾട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട്. നമ്മുടെ സൈറ്റാണല്ലോ നമ്മളെല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഡയറക്റ്റ് സൈറ്റ് മാത്രമല്ല, കൗണ്ടിങ് സ്റ്റേഷനിലൊക്കെ ആയിട്ട് ഞാൻ കൃത്യമായി കണക്കുകൾ അറിയുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നു നമ്മൾ ജയിച്ച് നിൽക്കുകയാണ്, ഒരു നേരിയ മെജോറിറ്റിയിലാണെങ്കിലും ജയിച്ച് നിൽക്കുകയാണെന്നുള്ള ഘട്ടം. ഇനി എണ്ണാൻ പോകുന്ന വാർഡ് നേരിയ മെജോറിറ്റി എന്നല്ല, കംഫർട്ടബിൾ, ഒരു വാർഡ് മാത്രം ബാക്കി നിൽക്കുക ഒരു ജില്ലാ പഞ്ചായത്തിൽ ഒരു കംഫർട്ടബിൾ എന്ന് പറയുന്ന ഒരു സീറ്റിലാണ്. ഇനി എണ്ണാൻ പോകുന്ന വാർഡ് നമുക്ക് എന്തായാലും ഒരു വോട്ടിനെങ്കിലും ലീഡ് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരു വാർഡ് കൂടിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അത് രാഷ്ട്രീയ സാഹചര്യം കൊണ്ടുണ്ട്, വ്യക്തിപരമായിട്ടുണ്ട്, എല്ലാ സാഹചര്യം കൊണ്ടും നമുക്ക് ഉറപ്പുണ്ട് അവിടെ ലീഡായിരിക്കും എന്നുള്ളത്. ആ കാൽക്കുലേഷൻ നിൽക്കുമ്പോഴാണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ ഇനി എന്ത് സംഭവിച്ചാലും തോക്കാനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ വാർത്ത വരുന്നപ്പോൾ തന്നെ ഇതിലൊരു കാര്യം ഉണ്ടായത്, അതിൻ്റെ ഫസ്റ്റ് വാർത്തകൾ കയറുമ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, നമ്മുടെ എല്ലാവരുടെയും. അങ്ങനെ ഞാൻ ഇമ്മീഡിയറ്റ്ലി തന്നെ 24 ന്യൂസ് എന്നോട് കൃത്യമായി വിളിച്ച് അന്വേഷിച്ചു, ഇതുപോലെ ശരിയാണല്ലോ അല്ലേ നമ്മൾ വാർത്ത കൊടുക്കാൻ പോവുകയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനത് നിഷേധിച്ചു. ഞാൻ പറഞ്ഞു, അത് ഉത്തരവാദിത്തപ്പെട്ട കൗണ്ടിങ് സ്റ്റേഷനിലുള്ളവരോട് അല്ലെങ്കിൽ ആർഒമാരോട് അന്വേഷിച്ചിട്ട് വാർത്ത കൊടുക്കുക. നിങ്ങൾ ജില്ലാ കളക്ടർ ഓഫീസിൽ വിളിക്കുക, കളക്ടറേറ്റിൽ വിളിക്കുക, ജില്ലാ കളക്ടറോട് ചോദിക്കുക, അതിനനുസരിച്ച് മാത്രം വാർത്തകളിലേക്ക് പോവുക എന്ന് കൃത്യമായി പറഞ്ഞു. എന്തായാലും മാധ്യമപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരെല്ലാവരും അപ്പത്തിന് ഇടപെട്ടു, വ്യാജ വാർത്തയാണ്. എന്തായാലും അവരെന്തായാലും പ്രോപ്പറായിട്ട് എൻക്വയറിയിലേക്ക് പോയി. കേവലം ഒന്നുകിൽ അത് ബൗദ്ധപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടൊരു വ്യാജ വാർത്ത, അതല്ല എങ്കിൽ എന്താ പറയുക, ഒരു തെറ്റായ ഇൻഫർമേഷൻ ആരുടെ എതിർ സ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തതിന്റെ സ്ഥാനാർത്ഥിയോട് അവർ വിശ്വസിച്ചു. എത്ര വോട്ടിനാണ് ജയിച്ചത്? 196. കഷ്ടി ജയിച്ചതാണ്. 916 വലിയ കുത്തക സീറ്റായിരുന്നു അല്ലേ? പിന്നെ എങ്ങനെ ആര് മത്സരിച്ചാലും ഏറ്റവും കുറഞ്ഞത് 1000 വോട്ടിന് ജയിക്കേണ്ട ഒരു സീറ്റ്, ടു ദ വേസ്റ്റ് മെജോറിറ്റി എന്ന് പറയുന്നത് LDFന് 1000 എങ്കിലും ലഭിക്കുന്ന ഒരു സീറ്റാണ്. അവിടെ ഇത്രയും പ്രചരണങ്ങളെ അതിജീവിക്കാൻ സാധിക്കുക. നവംബർ 17-ാം തീയതി മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഡിസംബർ 9-ാം തീയതി നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക. ആൻഡ് ഇതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക. പാർട്ടി മാറി എന്നുള്ളത് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ ഞാൻ പാലിച്ച ഒരു മിതത്വം എന്ന് പറയേണ്ടത്, ഒരു പക്ഷേ എൻ്റെ ഒരിടത്തും ഡിസ്ക്ലോസ് ചെയ്തിരുന്നില്ല പാർട്ടിക്കുള്ളിലെ അപമാനങ്ങളും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല എൻ്റെ പാർട്ടിക്കുള്ളിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം മനുഷ്യത്വരഹിതമാണ് എന്നുള്ളത് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പാലിച്ച രാഷ്ട്രീയ മര്യാദയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇത് പലരിലേക്ക് എത്തിക്കാൻ എനിക്ക് ആ ഇലക്ഷൻ സമയത്ത് പ്രയാസപ്പെടേണ്ടി വന്നു. കാരണം പെട്ടെന്ന് പൊടുന്നനെ ഒരാൾ പാർട്ടി മാറി എന്നുള്ള ചർച്ച ശരിയാണല്ലോ എന്ന് ഒന്നും കേട്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ഭാവത്തിലേക്ക്. പിന്നെ വാർത്തകൾ ഒരു പഴയ ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ സമയത്ത് രാജിവെക്കുന്ന സമയത്തും മറ്റുമായിട്ടും ഒക്കെ വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്കുമൊക്കെ ബോധ്യമുണ്ടായിരുന്നുവെങ്കിലും ഇതുപോലും എല്ലാവരും ഒന്നും അറിയില്ല. ഒരു ജില്ലാ സെക്രട്ടറി നവംബർ 3 രാജിവെച്ചത്. നവംബർ 2-ാം തീയതി 3-ാം തീയതിയാണ് തീരുമാനിച്ചതും. 2-ാം തീയതി രാത്രിയോടുകൂടി രാജിവെക്കാവുന്ന കാര്യം പാർട്ടി അറിയിച്ചില്ലേ? ഇല്ല. ഈ രാജിവെക്കുന്ന കാര്യം വന്നപ്പോൾ അവരൊന്നും ഇടപെടാനും വന്നില്ല. ഞാൻ അറിയിച്ചില്ല. 2-ാം തീയതി ആലോചിച്ചു, വീട്ടിൽ അമ്മയോടും അച്ഛനോടും സഹോദരനോടും പറഞ്ഞു, തീരുമാനിച്ചു. കോൺഗ്രസ് പാർട്ടി ചേരാൻ തീരുമാനിച്ചിരുന്നു? ഒരിക്കലുമില്ല. 3-ാം തീയതി രാജി സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും കൂടാതെ AIVFന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്വവും രാജിവെച്ചുകൊണ്ടുള്ള കത്താണ് ആദ്യം ജില്ലാ പഞ്ചായത്തിൽ കൊടുത്തു. ഇമ്മീഡിയറ്റ്ലി ഞാൻ മെയിൽ ചെയ്യുമായിരുന്നു. ഇമ്മീഡിയറ്റ്ലി തന്നെ YFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിനും മെയിൽ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരിടത്തേക്കും ജോയിൻ ചെയ്യാനുള്ള പ്രതികരിച്ചു. വരുന്ന ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കാണും എന്നൊരു വാചകം ഞാൻ അന്ന്
മാധ്യമങ്ങളെ ആ ദിവസം കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രസ്ഥാനത്തിനെ ബുദ്ധിമുട്ടിക്കേണ്ട തരത്തിലേക്ക് ഞാനൊരു പ്രസ് മീറ്റിലേക്ക് പോകരുത് എന്നുള്ളൊരു ആഗ്രഹം മാത്രമായി പ്രകടിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെയും നമ്മുടെ ഒരു തിരിച്ചുവരവിനെക്കുറിച്ചോ ചെയ്തതിൽ ലെവലേശമെങ്കിലും തെറ്റുണ്ടെന്നോ ഒരാൾ ഇത്രയും അനുഭവിച്ചു എന്നുള്ളത് ചിന്തിക്കുന്നില്ല എന്നുള്ളത് എന്നെ വലിയ രീതിയിൽ വിഷമിപ്പിച്ചു. ഞാൻ അവിടെ ഏതാണ്ട് 14 വർഷമാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ശ്രീരാമൻ്റെയും വനവാസകാലം അത്രയായിരുന്നു തോന്നുന്നല്ലേ. അപ്പോൾ 14 ദിവസം ഞാൻ കാത്തിരുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായിരുന്നില്ല, CPI തന്നെയായിരുന്നു. ഒരു തിരിച്ചു വിളിക്കുന്നതിന് പകരം തിരിച്ചു വിളിക്കുന്നതിന് മുന്നോടിയാകണമെന്ന് പോലും എനിക്കറിയില്ല, പറഞ്ഞത് ഇതായിരുന്നു. അവിടെയും എനിക്ക് ആ പാർട്ടിയോടുള്ള പാർട്ടി ഒരിക്കലും ഞാൻ പറയില്ല, പാർട്ടി നേതൃത്വത്തോടുള്ള സകല ബഹുമാനവും എനിക്ക് പറഞ്ഞു. ഒരു പ്രസ് മീറ്റിലേക്ക് പോയി പ്രതിച്ഛായ തകർക്കുന്ന തരത്തിൽ ഇടപെടരുത് എന്ന്. കാരണം ഞാൻ കൊടുത്തിട്ടുള്ള പരാതിയുടെ പകർപ്പുകൾ മാത്രം മതി ആ പ്രതിച്ഛായകൾ അവസാനിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലിരിക്കുന്ന ഒരു നേതൃത്വത്തിൻ്റെ ലീഡർഷിപ്പിൽ കാണുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസ്സുകാർ അങ്ങോട്ട് കോൺടാക്ട് ചെയ്താണ് അതിനുശേഷം അത് പല ഡിസ്കഷൻസ് ഉണ്ടായി, എല്ലാ പറഞ്ഞ സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങോട്ടേക്കുണ്ട്, അങ്ങോട്ടേക്കും സംസാരിച്ചു. അങ്ങനെ മത്സരിക്കാൻ അവർ തന്നെ നിർദ്ദേശിച്ചു. അതെ, നിർദ്ദേശിച്ചത് അതേ വാർഡിലാണ് വെച്ച്. അതെ, എന്നോട് പാർട്ടി അതേ വാർഡിലാണ് ജയിച്ച വാർഡിൽ വീണ്ടും അതേ വാർഡിൽ തന്നെ വനിതാ സംവരണം അല്ല, വനിതാ സംവരണമാണ്. വീണ്ടും വനിതാ സംവരണം വന്നു. അതെങ്ങനെ അറിയില്ല. അത് ലോട്ട് ഇട്ടപ്പോൾ ഒരെണ്ണം വന്നു. അത് നമ്മുടെ ഒരു 50% കണക്ക് വരണമല്ലോ. അപ്പോൾ റിപ്പീറ്റഡ്ലി 2 തവണ വനിതയായ വാർഡിനെ വീണ്ടും ഇടാൻ പറ്റില്ല. സോ ഈ വാർഡ് ഒരു വട്ടേ വനിതയായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വാർഡുകളിൽ പരിഗണന വന്നപ്പോൾ ലോട്ടിട്ടപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തപ്പോൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മാത്രമാണ് എക്സിസ്റ്റിംഗ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തത്, വനിത എന്നുള്ളത് കണ്ടിന്യൂ ചെയ്തത്. ബാക്കിയെല്ലാം വനിതയുള്ളത് ജനറലായി, കോൺഗ്രസ് പാർട്ടിയായിട്ടുള്ള സഹകരണം എങ്ങനെ പോകുന്നു? കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം വലിയ പദവി വല്ലതും ഉണ്ടോ? ഇല്ല, പാർട്ടി മെമ്പർഷിപ്പ് മാത്രം. പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് ഇതുമായി. അതെ, പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്, ആരോഗ്യ വിദ്യാഭ്യാസം. അവിടെ ആയിരുന്നപ്പോഴോ അങ്ങനത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒന്നുമില്ലായിരുന്നു. ഈവൻ DPC മെമ്പർഷിപ്പ് പോലും വേണ്ടെന്ന് പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് UDF അല്ലേ ഭരിക്കുന്നത്? അതെ. ആണ്. എത്ര വനിതകളുണ്ട്? വനിതയാണോ അത്? വനിതയാണ് പ്രസിഡന്റ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിലേക്ക് വന്നിട്ട് പാർട്ടി പ്രവർത്തനം എങ്ങനെ? തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആ മെമ്പർഷിപ്പ് നേടുന്നതും അന്നേ ദിവസം തന്നെ പിറ്റേന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതും, അന്ന് വൈകുന്നേരം ഉണ്ടാകുന്നു, പിറ്റേന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. അവിടെ പിന്നീട് ഇങ്ങോട്ട് എൻ്റെ നോമിനേഷൻ ഞാൻ രാജിവെച്ചതിന് പുറമെ തന്നെ എൻ്റെ വോട്ടർ പട്ടികയിലെ പേര് നീക്കം ചെയ്യണമെന്ന പരാതിയുമായിട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി വന്നിട്ടുണ്ട്. CPIയുടെ നേതൃത്വമാണ്, എനിക്കറിയില്ല. അവർക്ക് ഞാൻ അവിടെ താമസമില്ല എന്നുള്ള രീതിയിൽ, അവിടുത്തെ കാര്യമല്ല, നാട്ടുകാരി എന്നെ പേരിലുള്ള നാട്ടുകാരിയല്ല, അവിടെ താമസമില്ല, അവിടെ അല്ല, എനിക്ക് വേറെ എന്തൊക്കെയോ വോട്ടർ പട്ടികയിൽ ഏതൊക്കെയോ പേരുണ്ട് എന്നൊക്കെയുള്ള പല ആരോപണങ്ങൾ, ഒരുപാട് തെളിവില്ല. അവർക്ക് തെളിവൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ തെളിവ് കൊടുത്തു, അതവിടെ തള്ളി. അങ്ങനെ അവർ അതിൻ്റെ പരാതി നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. പിന്നെ പത്തനംതിട്ട ജില്ലയിലെ LSD ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർക്ക് പരാതി പോകുന്നു. അവിടെയും സെയിം പരാതി, അപ്പീലാണ് പോകുന്നത്. അവിടെയും ചെന്ന് നമ്മൾ പോയി സമയം ചിലവാക്കുകയല്ല, ഇവിടെ കളയുകയാണ് സമയം. അങ്ങനെ പോയി ഇരിക്കേണ്ടി വരുന്നു. അവിടെയും അപ്പീൽ തള്ളുന്നു. അത് കഴിഞ്ഞ് അവർ ഹൈക്കോടതിയിൽ മൂവ് ചെയ്തു. എല്ലാം ഹൈക്കോടതിയിൽ ഇപ്പോൾ നമ്മളും അപ്പിയർ ചെയ്യുന്നുണ്ട്. കേസ് പിന്നെ വിളിച്ചിട്ടില്ല, മത്സരിച്ച് ജയിച്ച് കഴിഞ്ഞു പോയത്. ഇനി അതിനകത്ത് തെളിവൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അറിയിച്ചപ്പം എന്താ കഴിഞ്ഞ പ്രാവശ്യം LDF-നോട് ഇത്തവണ UDF-നോട് മത്സരിക്കണമെന്ന മാനസികാവസ്ഥ? വലിയ ആത്മസംഘർഷം ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ വലിയ പ്രശ്നത്തിലായിരുന്നു, മാനസികമായിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവും സഹൃദയരായ സഹപ്രവർത്തകരും, അവരുടെ കൂടെയുള്ള ആ യാത്ര, ആ തെരഞ്ഞെടുപ്പ് പ്രചരണം, ആ ഒത്തുചേരലുകളിലൊക്കെ വലിയ സമാധാന അന്തരീക്ഷമായിരുന്നു. പ്രശ്നങ്ങളെല്ലാം എടുത്തുണ്ടാവും സംഘടനാപരമായിട്ട്. ആ സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കാനോ അല്ലെങ്കിൽ ഫേസ് ചെയ്യാനോ സാധിക്കും. അതിജീവിച്ചോ ഇല്ലയോ, ഫേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവിടെ മറ്റ് CPIയിൽ നിന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ഏറ്റവും ക്രൂരമായിട്ടുള്ള രീതികളായിരുന്നു, ശൈലികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മനുഷ്യത്വരഹിതമെന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈനിൽ നമ്മൾ ഇലക്ഷനെ നേരിട്ടു. ഒരു 20 വർഷക്കാലം ജയിച്ചിട്ടില്ലാത്ത ഒരു സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കായിട്ട് ഒരു ചിന്തയുണ്ട്, ഇയാൾ ജയിക്കണമല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടത് മറ്റൊരു ഡിവിഷനിൽ, കോൺഗ്രസ് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള മറ്റൊരു ഡിവിഷനിൽ മത്സരിക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് പള്ളിക്കൽ ഡിവിഷനിൽ മത്സരിക്കണമെന്ന ആഗ്രഹമാണ് ഞാൻ പ്രകടിപ്പിച്ചത്.
അപ്പോൾ എന്നോട് പാർട്ടി നേതൃത്വം തന്നെ പറഞ്ഞിരുന്നു അപകടമായേക്കാം ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത് ഡീലിമിറ്റേഷൻ തന്നെ നമുക്ക് നോക്കുമ്പോഴറിയാം അത് വലിയ പ്രയാസമാണ് അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ട തകർക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് ദയവേത് അത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത് എന്ന് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ ചിന്തിക്കാൻ ഒരു വിഷമമുണ്ട്. എനിക്ക് പള്ളിക്കൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു. കാരണം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു 5 വർഷം ജില്ലാ പഞ്ചായത്തിൽ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് പോയിരിക്കണം എന്നുള്ളൊരു താല്പര്യമോ അങ്ങനെ ഒരു താല്പര്യമല്ല അവിടെ എനിക്ക് പ്രയോറിറ്റി ആ താല്പര്യത്തിനപ്പുറം പള്ളിക്കൽ തന്നെ മത്സരിക്കുക എന്നുള്ളതായിരുന്നു. കാരണം അവിടെ എന്നെ എപ്പോഴും എവിടെ നിന്നോ വന്ന ഒരാൾ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ കൊണ്ട് വല്ലാതെ അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു, നാട്ടുകാരി അല്ലാത്തൊരാൾ. അതുകൊണ്ട് എനിക്ക് വാശിയുണ്ടായിരുന്നു പള്ളിക്കൽ തന്നെ മത്സരിക്കണം. അതുകൊണ്ട് ഇപ്പോൾ അതെ, അന്ന് അധിക്ഷേപിച്ചവരോട് ചോദ്യം ഇതാണ്, എവിടെ നിന്നോ വന്ന ഒരാൾ വന്ന് നിങ്ങളെ 20 വർഷക്കാലത്തിന് നിങ്ങളൊക്കെയും എവിടെ നിന്നോ വന്നയാളെന്ന് വിളിച്ച ഒരാൾ നിങ്ങളെ തോൽപ്പിച്ചു എന്നുള്ളത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം മാത്രമാണ് എനിക്ക് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ കാര്യം, ഈ ചോദ്യം ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളോടല്ല, ഞാൻ അതിൽ സ്പെസിഫിക്കലി ചിലർ പറഞ്ഞ വാക്കുകൾ മാത്രം കോട്ട് ചെയ്യായിരുന്നു. ഈ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഏറ്റവും ഒടുവിൽ കേട്ട വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചതിന് പേരിൽ DCC നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. പാർട്ടി അച്ചടക്ക നടപടിയെടുത്ത ഒരു MLA പിന്തുണച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളതാണ് വിശദീകരണം ചോദിക്കാനുള്ള കാരണമായി പറയുന്നത്. വിശദീകരണം കൊടുത്തോ? ഞാൻ വിശദീകരണം കൊടുക്കുമെന്നുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഒഫീഷ്യൽ എനിക്ക് മെയിലായിട്ടായിരുന്നു മറുപടി വന്നത്, ചോദ്യം വന്നത്. അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. വിത്തിൻ 2 days ഞാൻ മറുപടി കൊടുക്കും. അല്ലെ, വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഇവിടെ നഷ്ടപ്പെടുന്ന സാഹചര്യമില്ലേ? അപ്പോൾ അവിടെ തന്നെ അത് ആവർത്തിക്കും. ഇവിടെ എനിക്ക് അതിൽ ഒരു ഞാൻ ഈ സംഘടനാ ചട്ടക്കൂടിൽ വല്ലാതെ ശ്വാസം മുട്ടിയപ്പോൾ എന്നെ എന്താണ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ആകർഷിച്ചത് എന്നുള്ള ചോദ്യത്തിന് മറുപടി അവിടെ ജനാധിപത്യമുണ്ട് എന്നുള്ള കാര്യമാണ്. അഭിപ്രായം പറയാം, ചോദ്യം ചെയ്യാം, ഇവിടെ ഇത്തരം മിണ്ടിയാലുടനെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മളെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി നമ്മൾ മാറണമെന്ന് ആഗ്രഹിച്ച ചില നല്ല മനുഷ്യർ എന്നോട് നിരന്തരമായി, നമുക്ക് ഓരോരുത്തർക്കും ഒരിടത്തേക്ക് ഒരു അട്രാക്റ്റിംഗ് പോയിന്റ് ഉണ്ടല്ലോ. എന്നെ സംബന്ധിച്ച് ആ അട്രാക്റ്റിംഗ് പോയിന്റ് ആ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമായിരുന്നു. ഇപ്പൊ ആ നടപടി എന്നുള്ള വാക്ക് വീണ്ടും പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ കിട്ടിയപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു വിഷമമുണ്ട്. നോക്കാം. കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനൊന്നുമില്ല. നമ്മൾ കോൺഗ്രസ് പാർട്ടി എന്താ, അത് ആരുടെങ്കിലും ഒരാളുടെ താല്പര്യം. കോൺഗ്രസ് പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വലിയ നേതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പം ഈ KPCCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് AICC വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശശി തരൂർ. AICCയിലെ വർക്കിംഗ് കമ്മിറ്റിയാണല്ലോ ഏറ്റവും ഉയർന്ന പദവി. കേരളത്തിൽ നിന്ന് AK ആന്റണിയും KC വേണുഗോപാലും മാത്രമേ ഉള്ളൂ ശശി തരൂർ കഴിഞ്ഞാൽ ഫുൾ ടൈം AICC അംഗം. അദ്ദേഹത്തെ എന്നും നിരന്തരം വിമർശിക്കാറുണ്ടല്ലോ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, ചീത്ത വിളിക്കണം. അപ്പം അതിനകത്ത് കോൺഗ്രസ് പാർട്ടി വിളി പറച്ചിലൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇമെയിൽ തീരുമാനിക്കും, ഗവനിക്കേണ്ട. കോൺഗ്രസ് പാർട്ടി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർ ഈ കുറച്ച് വാചകടിയിൽ നിർത്തും, അത് കാര്യമാക്കണം. എനിവേ, എനിക്ക് പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, ഈ രാഹുൽ മാങ്കൂട്ടം, ഞാനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന ആളാണ്. പക്ഷെ ചോദിക്കുമ്പം എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണ ചോദിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ചോദ്യം നെഗറ്റീവ് ആവുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, രാഹുൽ മാങ്കൂട്ടം ശ്രീനയുടെ നാട്ടുകാരനാണ്. ധാരാളം 3 പീഡന കേസിലെ പ്രതിയാണ്, 3 റേപ്പ് കേസിലെ പ്രതിയാണ്. ഇപ്പം ജയിലിൽ കിടക്കുകയാണ്. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടി പോലും മടിച്ചാണ്, യൂത്ത് കോൺഗ്രസ്സുകാർ പിന്തുണയ്ക്കുന്നുണ്ട് ശക്തമായി, കോൺഗ്രസ് പാർട്ടി പോലും മടിച്ചാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നത്. ഇതാ ഇപ്പം ഈ ദീർഘകാലമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പം വന്ന ശ്രീനെ പിന്തുണച്ചതിൻ്റെ പേരിൽ നോട്ടീസ് വരെ കിട്ടിയിരിക്കും. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ ഡിവിഷനിലെ താമസക്കാരനായിരുന്നു, വോട്ടറായിരുന്നു ഫസ്റ്റ് ടൈം. ഇപ്പോഴാണ് പാലക്കാട് MLA ആയത്. ആ കുടുംബം എൻ്റെ വോട്ടേഴ്സാണ്. ആൻഡ് ഞാൻ അന്ന് എനിക്ക് റിപ്പോർട്ടർ ചാനലിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ് പങ്കുവച്ചത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരു കേസിൽ പരാതിക്കാർക്ക് പറയുവാനുള്ള അവസരമുണ്ട്. അവർക്ക് അവരുടെ വാദങ്ങൾ ഉന്നയിക്കാം. അവരുടെ നമ്മളൊരു പരാതി കൊടുത്തു എന്നുള്ളത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആരോപണ വിധേയൻ്റെ ആ ഭാഗത്ത് മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാൻ പാടില്ല. അത് ഫെമിനിസത്തിന് എതിരോ അതല്ലെങ്കിൽ ഫെമിനിസമോ ഒന്നുമല്ല, ഒരു മനുഷ്യപക്ഷമായ നിലപാടാണത്.
നമ്മളിപ്പോൾ തന്നെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തിയുടെ മരണവാർത്തയുണ്ട്. ഞാൻ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലെ അദ്ദേഹം മറ്റേ വിഷയത്തിൽ വെച്ച വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മരിച്ചു ദീപക്. എന്നുള്ള വാർത്തയാണ് ഞാൻ ദീപകിനെ കുറിച്ച് അറിയുന്നത്. ആ വീഡിയോ കണ്ടില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. പക്ഷെ എന്നിട്ടും വീഡിയോ കണ്ടില്ല അതുവരെ. കണ്ടു. അപ്പോൾ ഞാൻ അത് ശരിയോ തെറ്റോ എന്നുള്ള തരത്തിലേക്കല്ല, പൊതുവിൽ നമ്മുടെ നാട്ടിൽ ഇത്തരമുള്ളൊരു വിഷയം വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു. ഞാൻ എടുത്ത് പറയാൻ കാരണം, മരണശേഷമാണ് ഞാൻ അറിയുന്നതെന്ന് പറയാൻ കാരണം, അത്രയും ശബ്ദമേ ഉള്ളൂ സാമൂഹ്യ മാധ്യമങ്ങൾക്ക്. ഒരു ഇരമ്പമാണത്. മാധ്യമങ്ങൾ അങ്ങനെയല്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നത് ഭീകരമായ ശബ്ദമാണ്, അലർച്ചയാണ്. എത്ര ദൂരെ അശ്രദ്ധമായി നിൽക്കുന്നവനും കുറച്ചാവുമ്പോൾ തിരിഞ്ഞു നോക്കും. അപ്പോൾ കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും നമുക്ക് മാറ്റാം, പരമ്പരാഗത എന്നാക്കാം. എങ്ങനെ നമുക്ക് മുഖ്യധാര എന്നുള്ള പേര് മാറ്റിയിട്ടെ പരമ്പരാഗത അതെ, തീർച്ചയായിട്ടും. ഐ റിയലി തിങ്ക് ദാറ്റ് ഇസ് റൈറ്റ്. അപ്പോൾ വളരെ പരമ്പരാഗതമായിട്ടുള്ള ചാനലുകൾ എല്ലാം തന്നെ ഇത് വലിയ രീതിയിലുള്ള ശബ്ദമുണ്ടാക്കുന്നു. അത് നമ്മളൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉച്ചത്തിൽ സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നവരുണ്ട്, ഒരുപാട് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മൾ ഉച്ചത്തിൽ വിളിക്കാം. പക്ഷേ ആക്രോശങ്ങളാവുമ്പോഴോ, അലറി വിളിക്കലിലാവുമ്പോഴോ, അതിൽ പിന്നെ ആ ആക്രോശങ്ങൾ കല്ലേറുകളിലേക്ക് മാറുമ്പോഴോ, ഇവിടെ ഒരു മാധ്യമ വിചാരണ നടക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്കൊരു കുറവ് കണ്ടെത്താൻ സാധിക്കില്ല. അത് ഈ പറഞ്ഞ ഒരു കേസല്ല, ഏത് കേസാണെങ്കിലും അതിൻ്റെ ഒരു സിവിയറിറ്റി നമ്മളൊരു കാഴ്ചക്കാരനാണ്. എന്നെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകയാണ് ഞാൻ. പോരാത്തതിന് ഞാനൊരു വനിതയാണ്, ഞാനൊരു ജനപ്രതിനിധിയാണ്. സമൂഹത്തിൻ്റെ ഒരു ലീഗൽ ആൻഡ് സോഷ്യൽ പെർസ്പെക്റ്റീവാണ് ഞാൻ ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു, മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ ശ്രദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് ഉള്ള ഒരു വാക്കുകളോ എന്താണ് അതിൻ്റെ കാര്യങ്ങളോ എന്ന് ചാനലുകളിൽ വരുന്നില്ല. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു പക്ഷേ അദ്ദേഹം പ്രതികരിച്ചിരുന്നുവെങ്കിൽ പാർട്ടി പോലും ഇത്ര പ്രതിരോധത്തിലാകില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ പാർട്ടിക്കും ഒരു പ്രതിരോധമാണ്. അതിലെനിക്ക് റിയലി അപ്രീഷ്യബിൾ ആയിട്ടുള്ളത് ശരിക്കും സംഘടനാപരമായി പാർട്ടി എടുത്ത നടപടി, ആ തീരുമാനം കടുത്ത തീരുമാനമാണ്. പക്ഷേ ഒരു പാർട്ടിയുടെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ മുഖമായി നിന്ന ഒരാളെ ഇത്ര വലിയ കടുത്ത തീരുമാനത്തോടുകൂടി ഒരു ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തുക, പുറത്തേക്ക് ഇറക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനം ഉണ്ടാകുക എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ആ ഒരു ആശ്വാസമുള്ളൊരു കാര്യമാണ്. കാരണം ആരോപണ വിധേയനാകുമ്പോൾ തന്നെ ഇത്ര ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പൊതുപ്രവർത്തന രംഗത്തും ഒരു പരാതിയുമായിട്ടൊരു ജനപ്രതിനിധിയുടെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ സേഫ് ആണ്, അവർ അവരുടെ എക്സിസ്റ്റൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് കൺസിഡർ ചെയ്യും, സോ വി ആർ സേഫ് എന്ന് ചിന്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ആ തീരുമാനം അങ്ങനെ ആയിരിക്കെ മാധ്യമങ്ങൾ അതൊരു വിചാരണയിലേക്ക് കടക്കുന്നു. തീരുമാനമെടുത്ത കോൺഗ്രസ് പാർട്ടിയെ പോലും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി വീണ്ടും അനാവശ്യമായ വളച്ചൊടിക്കലുകളും ചോദ്യങ്ങളുമായി പിന്തുടരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വിഷയം വിടാൻ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങൾക്കിതിലൊരു അജണ്ടയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മാധ്യമ സിൻഡിക്കേറ്റായി പരിണമിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കാതിരിക്കാനോ ചിന്തിക്കാതിരിക്കാനോ സാഹചര്യമില്ല. മാത്രവുമല്ല, എൻ്റെ വോട്ടേഴ്സാണ് ഈ വീട്, ഈ കുടുംബം എൻ്റെ വോട്ടർമാരാണ്. ആ പ്രദേശത്തെ പ്രത്യേകത അവിടുത്തെ വാർഡ്, ബ്ലോക്ക്, ജില്ല, നിയമസഭ, MLA ഈ 4 ജനപ്രതിനിധികളിലെടുത്താൽ UDFിൻ്റെ ജനപ്രതിനിധി ഞാൻ മാത്രമേ ഉള്ളൂ. വാർഡും ബ്ലോക്കും MLAയും ഇടതുപക്ഷത്തിൻ്റെയാണ്. സ്വാഭാവികമായിട്ടും ഇത്രയധികം ക്രൂശിക്കപ്പെടുമ്പോൾ ആ കുടുംബത്തിന് എന്ത് സംഭവിച്ചാലും ആദ്യം എത്തേണ്ട ജനപ്രതിനിധി UDFിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാനാണ്. ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ധാർമ്മികമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ആ വിഷയത്തിലുണ്ട്. സ്വാഭാവികമായിട്ട് ഈ വിഷയം വരുമ്പോൾ നമ്മൾ അന്വേഷിക്കും എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി, എന്താണ്. 2 ഭാഗവും നമ്മൾ അന്വേഷിക്കും. അല്ലാതെ ഒരു സൈഡ് മാത്രം കേൾക്കേണ്ട കാര്യം നമുക്ക് ഇല്ല. അപ്പോൾ 2 ഭാഗവും നമ്മൾ കേൾക്കുന്നു. ഒരു ഭാഗം കൃത്യമായി നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് ആസ്പെക്ട്സ് മുഴുവൻ കേൾക്കുകയാണ്. ഈ സൈഡിൽ നിന്നൊന്നും നമ്മൾ കേൾക്കുന്നില്ല. തുടർന്നുണ്ടായ അന്വേഷണത്തിൽ എന്നെ ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയ ഒരു സംഗതിയുണ്ട്. ഈ വിഷയത്തിൽ ഒരു മുന്നണി പോരാളിയായിട്ട് വന്ന ഒരാളുണ്ട്. ഞാൻ അവരുടെ പേരോ ഒന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഒരു യൂട്യൂബ് ചാനലിലാണെന്ന് തോന്നുന്നു കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ആ ലേഡി പറയുന്നൊരു വാചകം, പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം എനിക്ക് അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി. 24 മണിക്കൂറിനകം തന്നെ എനിക്ക് മനസ്സിലായി. തുടർന്ന് ഇങ്ങോട്ട് വലിയ രീതിയിൽ ആക്ഷേപിക്കുകയും രീതിയിൽ കുറ്റപ്പെടുത്തുകയും തുടർന്ന് അത് അക്ഷേപമായിട്ട് തന്നെ വിലയിരുത്തേണ്ടി വരും. അതിനുശേഷം ഏതൊരു വിഷയം വന്നാലും ഈ വിഷയത്തിൽ എപ്പോൾ വന്നാലും ഒരു വക്താവ് എന്നുള്ള നിലയിൽ മറുപടി പറയുന്നു. സഹോദരിമാരെ സംരക്ഷിക്കുക എന്ന സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്നതായിട്ട് പറയുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരാൾ രാത്രി ഏതാണ്ട് 12:30 മണി സമയത്ത് പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം മോശമായി തോന്നിയ ഒരാൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ ഒരാൾ അതോടുകൂടി ബ്ലോക്ക് ചെയ്ത് ബന്ധം അവസാനിപ്പിച്ചില്ലേ? പകരം ഒരു ദിവസം രാത്രി 12:30 മണിക്ക് ശേഷം എന്തിനായിരുന്നു അങ്ങനെ ഒരാളെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവുക? അയാളോട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്
ടെലഗ്രാം എന്ന ആപ്ലിക്കേഷനിലെ ഇതിനകത്ത് ഏതെങ്കിലും സീക്രട്ട് അതിജീവിതയുടെ കാര്യമാണ് പറയുന്നത്? അല്ല, ഒരിക്കലും അല്ല. അല്ല. ഈ പറയുന്ന 3 പരാതി ഉണ്ടെന്ന് പറഞ്ഞ് ഈ 3 പേരെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഇല്ല. അതൊക്കെ നിയമത്തിന്റെ മുന്നിലുള്ള കാര്യങ്ങളാണ്. ശരി, അത് നിയമം ഉറപ്പായിട്ടും അത് കൺസിഡർ ചെയ്ത് നിയമപരമായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് ഇതൊരു കമന്റ് ഇല്ല. വേറൊരാളുടെ ഇത് കാര്യമാണ്. മറ്റൊരാളുടെ കാര്യമാണ്. ഇതിന്റെ മുന്നണി പോരാളിയായിട്ട് അവതരിക്കുന്ന ഒരാൾ 24 മണിക്കൂറിനുള്ളിൽ പേര് പറയുന്നതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല, വേണ്ട. താല്പര്യപ്പെടുന്നില്ല. ഉം. ഞാൻ പേര് പറഞ്ഞിട്ടുമില്ല, പറയുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ രാത്രി 12:30 മണിക്ക് എന്തിനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിനൊക്കെ എത്രയോ ശേഷം വീഡിയോ കോൾ ചെയ്യുകയും പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്, എന്താണ് ടെലഗ്രാമിലെ സീക്രട്ട് ചാറ്റിലേക്ക് ഒരു ഇൻവിറ്റേഷൻ റിപ്പീറ്റഡ്ലി പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പറയുന്നതും സംഭവിച്ചതും രണ്ടും രണ്ടാണെങ്കിൽ, വാക്കും പ്രവൃത്തിയും 2 ദിശകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അജണ്ടകളുണ്ട് എന്നുള്ള സംശയത്തിന് നമുക്ക് ചെവി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ വ്യക്തമായി എന്താണ് എന്ന് പറയേണ്ടത്, അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കുണ്ട്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ആ ധാർമ്മികത എന്നുള്ള പദത്തിന് അടിവര ഇട്ടുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അദ്ദേഹം സംസാരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറയട്ടെ. ഇതിൻ്റെ ഇടയിൽ ഒരു ലൈവ് നടത്തുന്നു. ആ ലൈവിൽ അതിജീവിതയെ അപമാനിച്ചു എന്ന പേരിലൊരു പരാതി ഉണ്ടാവുന്നു. കേസായോ? ഇല്ല, ഇല്ല. കേസായില്ല. അതെന്താണ് സംഭവം? ഞാൻ പരാതിക്കാരി തന്നെ ആ അതിജീവിത ആ വാക്ക് ശരിയാണെന്ന് എനിക്കറിയത്തില്ല. അതിജീവിത മാധ്യമങ്ങളിട്ട തന്നെയാണ്. പേരാണ്. അതെ, ആ വാക്ക് തന്നെയാണ് അതിജീവിത, ബ്രാക്കറ്റ് നമുക്ക് വിളിക്കും. അതിജീവിത തന്നെയാണ് ശ്രീനിക്കെതിരെ പരാതി കൊടുക്കുന്നത്. അതെ. ആ പരാതി കൊടുത്ത് പോലീസ് ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. ഇല്ല ഇല്ല കേസെടുക്കുമെന്ന് ആശങ്കപ്പെട്ടിരുന്നോ? ഇല്ല, ഞാൻ പരാതി കൊടുത്തപ്പോൾ അറിഞ്ഞപ്പോൾ ഞാൻ പരാതി കൊടുത്തിരുന്നു. കാരണം എന്നെ അങ്ങനെ ഒരു പരാതി ഏറ്റുവാങ്ങേണ്ട സ്ഥലത്ത് ഞാനില്ല. ഞാൻ ആ വ്യക്തിയെ ഈ നിമിഷം വരെയും രഹസ്യമായോ പരസ്യമായോ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളല്ല. അപ്പോൾ ഞാൻ അത്തരത്തിൽ ലൈവിൽ പറയുന്നുമില്ല. അപ്പോൾ ഒരാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞാൽ അത് തനിക്ക് പൂർണ്ണമായും അനുകൂലമായല്ല എന്ന് കണ്ടാൽ അങ്ങനെ ഒരാളെ പരാതി കൊടുത്ത് സൈലൻ്റ് ആക്കാമെന്ന് ശ്രമിക്കരുത്. ആൻഡ് മോർ ഓവർ ഞാൻ ആ വ്യക്തിക്ക് അനുകൂലമായി തന്നെ പല ഭാഗങ്ങളിലും ആ ലൈവിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വിഷയത്തിലുള്ള പൂർണ്ണമായ അഭിപ്രായം എന്താണോ അത് ചെറിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ആ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞാൻ ചെയ്തത്. ഈ വില കൂടിയ ചെരുപ്പും കേക്കും ഒക്കെ മേടിച്ചു കൊടുത്ത് എന്തിനാന്നൊരു ചോദ്യം ചോദിച്ചല്ലോ. ചോദിച്ചു. ആ സംശയമല്ലേ? ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുന്നോ? തീർച്ചയായിട്ടും അങ്ങനെ അത് പറഞ്ഞു. ഞാൻ ആ അതെന്താണ്? കേസ് നിലനിൽക്കുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നിരുന്നാലും സംശയം തോന്നില്ലേ, ഒരു പീഡന കേസ് എന്നുള്ള രീതിയിൽ ഒരു റേപ്പ് ഒരു അലിഗേഷൻ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അവിടെ അയാളെ ഇപ്പം തന്നെ ഫെനി നൈനാൻ പുറത്തുവിട്ട ചാറ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു അസ്വാഭാവികതയും ഒരു ദുരൂഹതയും ഒക്കെ ഉറപ്പായിട്ടും തോന്നും. ആ അസ്വാഭാവികത മാറണം എന്നുണ്ടെങ്കിൽ MLA തന്നെ ആരോപണ വിധേയൻ ആരാണോ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാണ്. ഇതിന് മുൻപ് ഇത് 3ാമത്തെ കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2ാമത്തെ കേസ് എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള ഒരു അവിവാഹിതയായ പെൺകുട്ടിയുടെ പരാതി എന്നാണ് നമ്മൾ കേട്ടത്. അതിലായിരുന്നു എനിക്ക് തോന്നുന്നത് ഫെനി നൈനാൻ പ്രതിയാകുന്ന രീതിയിലാണ് വാർത്ത വന്നിരുന്നത്. അതെ. പക്ഷേ അയാൾ പ്രതിയായില്ലെന്നാണ് ഞാൻ അയാളെ വിളിച്ചപ്പോൾ പറയുന്നത്. അതായത് ഫെനി നൈനാൻ്റെ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിച്ചതെന്നും ഫെനി നൈനാണ് കാർ ഓടിച്ചു കൊണ്ടുപോയി വളരെ ദൂരെയുള്ള ഒരു ദേശത്ത് ഒരു ഹോം സ്റ്റേ കൊണ്ടുപോയതെന്നും അവിടെ നിന്ന് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്തതെന്നും ആ ബലാത്സംഗത്തിനിരയായ മാനസികാഘാതത്തിലിരിക്കുന്ന ആ യുവതിയാണ് അതേ കാറിൽ തന്നെ ഫെനി നൈനാൻ കൊണ്ടുവിട്ടതെന്നാണ് പരാതി. ഫെനിക്കെതിരെ കേസെടുത്തില്ല, ഫെനിയെ അറ്റാക്ക്, ആ കേസിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അത് നീ പറഞ്ഞോണം പരാതി ഈ കേട്ടതൊക്കെ തന്നെയാണ് ഞാനും കേട്ടത്. അപ്പോൾ ഫെനിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നമുക്കും ഒരു ശരിയാണ് എന്ന് ചിന്തിക്കുക. നമുക്കും തോന്നി ശരിയാണല്ലോ ഇത്രയും അലിഗേഷൻസ്. ഞാൻ കരുതിയത് ശരിക്കും ഫെനിയുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടെന്ന് തന്നെയായിരുന്നു. ഫെനി പ്രതിയാണ് എന്നുള്ള ഞാനും കേസ് എടുത്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ വിളിച്ചത്. ദിവസം അയാൾ എന്നോട് പറയുമ്പോഴാണ് കേസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കായാലും അതിലും ഈ പറയുന്ന പോലെ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. അങ്ങനെ അപ്പം ഞാൻ ചോദിക്കേണ്ടത് ഇതിൻ്റെ പിന്നെ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള? പൂർണ്ണമായ ഗൂഢാലോചന എന്ന് പറയാൻ എനിക്ക് അറിയില്ല. കാരണം ഒരാൾ സ്ത്രീകൾ ഇങ്ങനെ വന്ന് വെറുതെ ഒരു ലേഡി വന്ന് പരാതി പറഞ്ഞു അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തൊക്കെയോ പറയാനുണ്ടാവാം അവർക്ക്. അതുകൊണ്ട് പൂർണ്ണമായ ഗൂഢാലോചന എന്ന് പറയില്ല. പക്ഷെ മാധ്യമങ്ങളുടെ ഈ ഒരു ശൈലി കാണുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു ഗൂഢാലോചന തോന്നുന്നുണ്ട്. പിന്നെ അതിനകത്തൊരു ഒരുപാട് ഒരു ഇമോഷണൽ സൈഡ്. അതിനകത്ത് മാറ്റി നിൽക്കേണ്ട കാര്യമില്ല, പറഞ്ഞോളൂ. എന്തോ പറയാനുള്ളത് പറഞ്ഞോളാം. അല്ല, എൻ്റെ തോന്നൽ അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ഇമോഷണൽ ഒരു സൈഡ് കൂടെ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഈ അതിജീവിതൻ എന്നൊരു വാക്ക് കോയിൻ ചെയ്തു എന്നുള്ളതായിരുന്നു, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു എനിക്കെതിരെ വന്ന വലിയൊരു സ്റ്റേറ്റ്മെന്റ് ചിലരുടെ ഭാഗത്ത് ആ നിന്നുണ്ടായ വാക്ക് സ്റ്റേറ്റ്മെന്റ്. തെറ്റാണെന്ന് ഞാൻ ഓർത്തു, പക്ഷെ അത് ശരിയാന്ന് ഞാൻ ചെക്ക് ചെയ്തു. ഇനി ശരിയല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ വാക്കുകൾ ഉണ്ടാക്കുന്നത്. സൃഷ്ടിക്കപ്പെടണമല്ലോ. അപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് ഞാൻ പിന്നീട് കണ്ടു. അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ രാഹുൽ ഈശ്വർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ
അതിജീവിതം എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ ഹീസ് ഓൾസോ ഫേസിങ് സംതിങ്, റൈറ്റ്, സംതിങ് സോ ക്രൂവൽ എന്ന് തന്നെ പറയാൻ സാധിക്കും. അത് ഒരിക്കലും അതിജീവിതമുള്ള ഇൻസൾട്ടായിട്ട് ദയവേദി ഇതിനെ ചിത്രീകരിക്കരുത്. ഒരാൾ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തെ പൂർണ്ണമായും കേൾക്കുക, അതിൻ്റെ ഒരു ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് അത് ദുരുപയോഗം ചെയ്യാതിരിക്കുക. അപ്പോൾ അതിജീവിതം എന്നുള്ള പദം ശരിക്കും പലർക്കും ഇതിൽ അർഹതയുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പരാതി എന്ന് പറയുന്ന ആളുടെ ഭർത്താവ് തന്നെ മുഖ്യധാരയിൽ വന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ എൻ്റെ മുഖം എന്തിനു മറച്ചു വെക്കണം എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അപ്പോൾ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി പരസ്യമായി ഏഷ്യനെറ്റ് ന്യൂസിനോട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പിൽ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഐ എം മാരീഡ്, വിവാഹിതയാണ് എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവരെല്ലാം വിവാഹിതരാണെന്ന് അഡ്മിറ്റ് ചെയ്തത് ഞാനല്ല പറഞ്ഞത്, ഞാനല്ല അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തത്. സോ അവർ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അതിജീവിതൻ എന്നൊരു കൺസിഡറേഷൻ വരുമ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വായിക്കുന്ന അവരുടെയൊക്കെ ആ ഭർത്താക്കന്മാരുടെ മനസ്സിലൂടെ പോകുന്ന അതിവൈകാരികത എന്തായിരിക്കും എന്നുള്ളത് അഡ്രസ്സ് ചെയ്യാതെ പോകരുത്. നമ്മുടെ സമൂഹത്തിൽ ഇക്വാളിറ്റിയിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളാണ് ഡൗൺ റോഡൻ, ആ വാക്ക് തന്നെ ഡൗൺ റോഡൻ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ അത്രയും താഴ്ന്നു നിൽക്കുമ്പോൾ നമ്മളവരെ ഉന്നമനത്തിനാണ് ശ്രമിക്കുന്നത്. ആ ഉന്നമനം എങ്ങോട്ടേക്ക് ആഗ്രഹിക്കുന്നത്? പുരുഷൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഇവിടെ കിടക്കുകയാണെന്ന ഒരു സൊസൈറ്റി, ഏറ്റവും താഴെ തട്ടൽ സാമൂഹികമായും സാംസ്കാരികമായിട്ടും അധപ്പതിച്ചു പോയൊരു സമൂഹത്തിൽ അത്രയും താഴെ നിലവാരത്തിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഉന്നതിയിലേക്ക് വരിക. അതേസമയം ഇങ്ങനെ പോയാൽ ആരാ ഇവിടെ ഡൗൺ റോഡൻ? സമൂഹം സംരക്ഷിക്കാനായിട്ട് നിയമങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിവിടെ എത്താനാണ്, അങ്ങനെ സന്തുലിതാവസ്ഥയിൽ പോകാനാണ്. അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോയാൽ അവിടെ ഒരു ബാലൻസിങ് ഉറപ്പായിട്ടും വേണം. അതൊന്നുകിൽ അത് നിയമപരമായി തെറ്റാണെങ്കിൽ പിടിച്ചു താഴ്ത്തണം, അതല്ലെങ്കിൽ ഇവിടെയും ശബ്ദം കൊണ്ടെങ്കിലും ഉയരാനുള്ള അനുവാദം കൊടുക്കണം. അത് ഒരിക്കലും ഒരു സ്ത്രീ വിരുദ്ധ നിലപാടല്ല, സ്ത്രീപക്ഷ നിലപാട്, മനുഷ്യപക്ഷ നിലപാട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിജീവിതകൾക്കൊപ്പം തന്നെയാണ്. പക്ഷേ ഈ മാധ്യമ വിചാരണയും ഈ വിഷയത്തിൽ മുന്നണി പോരാളിയായിട്ട് വന്ന ഒരു വ്യക്തിക്ക് ശരിക്കും ഒരു മോഹഭംഗമോ നിരാശയോ നയിച്ച ഒരു പ്രതികാരമായിരുന്നില്ലേ ഈ സഹോദരിമാർക്ക് വേണ്ടി എടുക്കുന്ന നിലപാട്? ഇല്ല, അറിയില്ല. ഞാൻ ഒരുപാട് ഈ പറഞ്ഞ സഹോദരിമാർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന 24 hours മോശമായി പെരുമാറി ഒരാളെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരാളാണ്. ഈ അടുത്ത ദിവസം ഞാനൊരു റീലിങ്ങനെ കാണുകയുണ്ടായി. ഒരു വിവാഹ വേഷത്തിൽ ഒരുങ്ങിയിരുന്നുകൊണ്ട് MLA ജയിലിലേക്ക് പോകുന്ന ഒരു പത്രവാർത്ത വായിച്ചുകൊണ്ട് വളരെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഒരാളോട് ഇപ്പോൾ ഒരു യൂത്ത് ഐക്കണായിട്ടുള്ള കേരളത്തിലെ, ഞാനെന്ന് AVFൻ്റെ ഭാഗമാണ്, അപ്പം നമുക്ക് സംഘടനയിൽ പോലും എല്ലാവർക്കും വളരെ അസൂയാവഹമായി തോന്നുന്ന രീതിയിൽ പ്രക്ഷോഭങ്ങൾ നയിച്ച ഒരു യുവ നേതാവ്, കൃത്യമായി രാഷ്ട്രീയം പറയുന്ന, നമ്മളിപ്പോൾ ഒരാൾ അത്ര ഹി വാസ് സച്ച് എ ബ്രില്യൻറ്റ് പേഴ്സൺ ഇൻ പൊളിറ്റിക്സ്. അപ്പോൾ അത്രയും മികച്ച രീതിയിൽ രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കുന്ന, തൻ്റെ രാഷ്ട്രീയം വിളിച്ചു പറയുന്ന ഒരാളെ സ്വാഭാവികമായിട്ടും ആരാധന തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അപ്പോൾ അത്തരം ആരാധന പ്രണയത്തിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, വിവാഹത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചൊന്നും എനിക്ക് പറയാൻ അറിയില്ല, ഐ ഡോണ്ട് നോ, അത് അറിയാത്ത കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ മോഹഭംഗങ്ങളും നിരാശയും ഉണ്ടാകുമ്പോൾ പ്രതികാരം തീർക്കാനുള്ള ഇടമായി വിവാഹവസ്ത്രത്തിൽ ഒരുങ്ങിയിരുന്നുകൊണ്ട് അത്തരം വാർത്തകൾ വായിച്ച് ആത്മനിർവൃത്തി കൊള്ളുന്ന രീതി വരുമ്പോൾ നമുക്ക് ആരെയാണ് ഇവിടെ സൈക്കോപാത്തെന്ന് വിളിക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു ചോദ്യത്തിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പോവാം. ഇങ്ങോട്ടൊക്കെ ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രവണതകൾ ഒഴിവാക്കണം. പുരുഷനെ ആക്രമിക്കാൻ സ്ത്രീകൾക്കുള്ള നിയമപരമായ ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യാം എന്നുള്ള ചിന്ത ഒരിക്കലും വരരുത്. വരുന്നു തോന്നിയാൽ പ്രതികരണവും പ്രതിഷേധവും രേഖപ്പെടുത്തണം. പക്ഷെ സ്ത്രീകളെ അടിച്ചമർത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഇതൊരു ആനുകൂല്യമാക്കി, ഏതൊരു സ്ത്രീനെ സത്യസന്ധമായിട്ടൊരു കേസ് ഉന്നയിക്കുമ്പോൾ ഇത് ഒരു ആനുകൂല്യമാക്കി തിരിച്ചുപയോഗിക്കാമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ. രാഹുലുമായിട്ട് പിന്നെ കോണ്ടാക്ട് ഉണ്ടായിരുന്നോ ഈ സാഹചര്യങ്ങളിലൊക്കെ? എനിക്ക് ആ കുടുംബവുമായിട്ടൊക്കെ നല്ല അടുപ്പവും, വളരെ നല്ല അടുപ്പവും പരിചയവും. അവർ വളരെ ദുഃഖിതരായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും, വളരെ സ്വാഭാവികമായിട്ടും ഒരു വിഷയം മാധ്യമ വാർത്തയാകേണ്ടതാണ്. പക്ഷേ വാർത്തയ്ക്കപ്പുറം ഇത്ര വലിയ ഒരു തരത്തിലേക്ക് അപമാനിക്കപ്പെടലുകൾ, ബോധപൂർവമുള്ള അപമാനിക്കപ്പെടലുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും വ്യക്തിജീവിതം നിങ്ങൾ ലൈംലൈറ്റിൽ കൊണ്ടുവരണം എന്ന് പറയേണ്ടി വന്നാൽ ക്യാൻ യു ഡു ദാറ്റ്? ഈ CPIയിൽ പ്രവർത്തിച്ച കാലത്ത് അത്തരം വല്ല ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്രോച്ച് പരാതികൾ പുറത്തുവിടരുത് എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പരാതി? അതായിരിക്കും കലിപ്പിനൊക്കെ മുഖ്യ കാരണമായി മാറുന്നത്. തീർച്ചയായിട്ടും അതൊരു അപകടമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ അത്തരത്തിൽ ഒരു രീതിയിലല്ല നമ്മളുടെ സഞ്ചാരം, നമ്മളുടെ വഴിയാണ്. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക്, ചില ആഗ്രഹങ്ങൾക്കനുസരിച്ച് സ്ത്രീകൾ നിന്നു കൊടുക്കുന്നില്ല എങ്കിൽ ഇവരിനി പൊളിറ്റിക്സിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരും നമുക്കിടയിലുണ്ട്. അപ്പോൾ ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ഒന്നുകൂടി ചെറിയ കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്ന്, അദ്ദേഹം റേപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ ജനപ്രതിനിധി എന്ന നിലയിൽ ശരിയാണോ? ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് അതിനുള്ള മറുപടി. ധാർമ്മികത ഇവിടെ സംസാരിക്കപ്പെടേണ്ട വിഷയമാണ്. ധാർമ്മികത ഡിഫൈൻ ചെയ്യപ്പെടണം. സംസാരിക്കുമ്പോൾ നമുക്ക് ബ്ലൈൻഡായിട്ടൊരു കാര്യം ധാർമ്മികത എന്ന് പറഞ്ഞ് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല.
കാരണം സൊസൈറ്റി ഈസ് ഇവോൾവിങ്. ഇവിടെ ധാർമ്മികതയും ഡിഫൈൻ ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ ഇവിടെ ബോധപൂർവമായിട്ടുള്ളൊരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കവിടെ ഒരു ധാർമ്മികതയുടെ ചൂഷണം, മൂല്യച്യുതി വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും പുരോഗമനപരമായി സംസാരിക്കുന്നു. ശബരിമലയിൽ വരെ സ്ത്രീകൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ സ്ത്രീകളെ വിലക്കിയ സ്ഥലമല്ല ഈ പറഞ്ഞ ശബരിമല. സ്ത്രീകൾക്ക് കയറാവുന്ന സ്ഥലമാണ്. ഏജിന് മാത്രമാണ് ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത്. അപ്പോൾ അവിടെ ആ കാര്യം പറയുന്നു. ചില കലാലയങ്ങളിലൊക്കെ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ വരച്ചിരുന്ന ചിത്രങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എല്ലാ സഭ്യതയുടെ സീമകളും ലംഘിച്ചുകൊണ്ട് വരച്ചിരുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ പറഞ്ഞ ചുംബന സമരത്തിന് വരെ എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സമൂഹത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഹൗ ഡു യു ഡിഫൈൻ ധാർമ്മികത? അതൊരു റെലവൻറ്റ് ചോദ്യമാണ് ഇൻ ദിസ് സൊസൈറ്റി. അവിടെ ജനപ്രതിനിധി എന്നുള്ള കോണ്ടെക്സ്റ്റ് അവിടെ എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വെച്ചാൽ, ഈ പറയുന്ന ജനപ്രതിനിധിയുടെ സഹപ്രവർത്തകരായിട്ട് വനിതകൾ വരും, അടുത്തേക്ക് വനിതകൾ വരും. അവരുടെ ഒരു സാഹചര്യം അണ്ടർ ത്രെറ്റ് ആണോ എന്നൊരു ചോദ്യം ഉണ്ടാകും. അവിടെ ഈ കേസിൽ അങ്ങനെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ അങ്ങനെ ഒരു കാര്യം ഇതുവരെയും നമ്മൾ കേട്ടില്ല. ഈ പറഞ്ഞ ഒരു ആളും ചെന്നിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു ആവശ്യമായി ചെന്നിട്ടോ ഒന്നും അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടോ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ കുറേ കൂടെ കാര്യങ്ങൾ റിവീൽ ചെയ്യപ്പെടാനുണ്ട്, അല്ലെങ്കിൽ പറയേണ്ടതുണ്ട്. ഇതൊക്കെ നമുക്കൊരു ഊഹം മാത്രമാണ്. അതെ, അവിടെ പ്രശ്നം അതാണ്. അതൊക്കെയാണ് നമ്മളിലൊരു സംശയദൃഷ്ടി ഉണ്ടാക്കുന്നത്. വടകര എന്തുകൊണ്ട് എറണാകുളം ആയിക്കൂടാ, എന്തുകൊണ്ട് കോട്ടയം ആയിക്കൂടാ, എന്തുകൊണ്ട് കോഴിക്കോട് ആയിക്കൂടാ? അത് കേൾക്കുന്നവർക്ക് നമുക്ക് ആർക്കായാലും മനസ്സിലാവില്ലേ? ഇവിടെ അതെ, വടകര എന്ന് പറയുമ്പോൾ നമുക്ക് ആരും വടകരയല്ല നമ്മൾ ഓർക്കുന്നത് ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയിലേക്ക് ഉന്നം വയ്ക്കപ്പെടുന്നു എന്നുള്ളത് കൂടി നമ്മൾ സംശയിച്ചു പോകും, സ്വാഭാവികമാണ്. അപ്പോൾ ആ സംശയങ്ങൾക്കൊക്കെ മറുപടി വരണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മറുപടി ഇതിൻ്റെ ഒരു പ്രതികരിക്കാൻ ഉറപ്പായിട്ടും തയ്യാറാവണം. പിന്നീട് പറഞ്ഞു, പാലക്കാട് നിയമസഭയിലെ MLA ആണ്. ഇങ്ങനെ ഒളിവിലും ജയിലിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ എന്ത് ചെയ്യും? അതാണ് നമുക്ക് ഏറ്റവും ബഹുമാനം തോന്നുന്നൊരു കാര്യം. അതാണ് ഇപ്പോഴും ആളുടെ MLAയുടെ അഭാവത്തിലും MLA ഓഫീസ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ആളുകൾക്ക് അവിടെ എല്ലാം കാര്യം പറയാം. അവിടെ എല്ലാം കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് 5 വർഷം ജനപ്രതിനിധിയായിരുന്നു എനിക്കറിയാം ഒരു വികസനം കൊണ്ടുവരാനുള്ള കാലതാമസം എത്രയാണെന്ന്. പാലക്കാട് ടൗൺ ഹാളിൻ്റെ റെനോവേഷൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടതും സ്മൈൽ ഭവന പദ്ധതിയും ഒക്കെ നമുക്ക് ഇതൊന്നും കണ്ടില്ല എന്നടിച്ച് നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഓഫീസ് ഇപ്പോഴും കൃത്യമായി വർക്ക് ചെയ്യുന്നു, അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് വെച്ചാൽ റിയലി അത് അപ്രീഷ്യബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണ് ഇനി ശ്രീനാദേവിയുടെ സ്വപ്നങ്ങൾ? എന്താണ് ഇനി ബാക്കിയുള്ള പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ? ഒരുപാട് സ്വപ്നങ്ങളോടെ പള്ളിക്കൽ 2025 എന്നുള്ളൊരു ഡ്രീമോട് കൂടിയാണ് 2020 ഞാൻ കയറിയത്. അപ്പോൾ അതൊക്കെയായിരുന്നു അന്ന് സ്വപ്നങ്ങൾ. 25 അവസാനിക്കാറായപ്പോഴത്തേന് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സമാധാനം എന്നുള്ളതായി. ആ സ്വപ്നം ഞാനിപ്പോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഐ എം ലിവിങ് മൈ ഡ്രീം. യെസ്, അബ്സല്യൂട്ട്ലി. ഞാൻ പീസ്ഫുൾ ആണ് ഇപ്പോൾ. അതെ, അഭിപ്രായങ്ങൾ പറയുന്നു, ചോദ്യങ്ങൾ ഉണ്ടാകുന്നു, അതൊക്കെയും സംഘടനാപരമായി ഉൾക്കൊള്ളാൻ സാധിക്കും. കോൺഗ്രസ് പാർട്ടി അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ തന്നെ വളരണം, അങ്ങനെ പ്രശ്നമുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. മറ്റേ പാർട്ടിയിലൊക്കെ നമുക്ക് സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് വളരാം. നമ്മൾ തന്നെ വളരണം, നമ്മൾ സ്പേസ് കണ്ടെത്തി നമ്മൾ വടം വലിച്ച് കയറി പോകണം. ഇനി പള്ളിക്കലിലെ കുറച്ച് പ്രോജക്ട്സ് കംപ്ലീറ്റ് ആക്കാറുണ്ട്. കഴിഞ്ഞ തവണത്തെ കുറച്ച് നിയമസഭയിൽ സീറ്റ് കിട്ടാൻ സാധ്യത വല്ലതും കാണുന്നുണ്ടോ? ഉണ്ടോ? അല്ല, ചോദിക്കുക. അല്ല, എനിക്കറിയില്ല. എനിവേ, ഞാൻ എല്ലാവിധ ആശംസകളും നൽകുന്നു. താങ്ക് യു. ശ്രീന ഈ ബോൾഡ്നെസ് നിലനിർത്തട്ടെ. ആരെയും ഭയക്കാത്ത നിലപാടെടുത്ത് നിൽക്കട്ടെ. ഭാവിയിൽ MLA മന്ത്രിയൊക്കെ ആയി മാറട്ടെ, മനുഷ്യനായി മാറാൻ സാധിക്കും. അതെ, കേരള പൊതുസമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.